നമസ്തേ. 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 ഗ്രൂപ്പിലെ ഇന്നത്തെ ഇതിനകത്ത് ആരെങ്കിലും പുതിയതായിട്ട് ചേർന്ന ആരെങ്കിലും ഉണ്ടോ? ആദ്യമായിട്ട് ക്ലാസ്സിൽ പങ്കെടുത്തതോ അല്ലെങ്കിൽ അഗ്നിഹോത്രം എന്താണെന്ന് കാണാത്തവരായിട്ടോ കേൾക്കാത്തവരായിട്ടോ ആരും ഉണ്ടാവില്ലെന്നുള്ളതാണ് എന്റെ വിശ്വാസം. ഒരാളെ ഹാൻഡ് ചെയ്തിട്ടുണ്ട്. എങ്ങനെ ഒരാള് ഹാൻഡ് റൈസ് ചെയ്തായിരുന്നു ഇപ്പൊ. അല്ല, ഞാൻ പറഞ്ഞത് ഉണ്ടെങ്കിൽ ഒരു സംശയങ്ങളും ചോദ്യങ്ങളും അതിൽ നിന്ന് നമുക്ക് ഒന്ന് തുടങ്ങാൻ കരുതി പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ആർക്കെങ്കിലും അഗ്നിഹോത്രത്തെ കുറിച്ചോ അല്ലെങ്കിൽ ആദ്യമായിട്ട് ഇതിങ്ങനെ ഒരു ഒരെണ്ണം കാണുന്നതോ അല്ലെങ്കിൽ ആദ്യമായിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ വന്ന ആരെങ്കിലൊക്കെ ഉണ്ടോ അതൊന്നും അറിയാൻ വേണ്ടി ചോദിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ആരുമില്ല. കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ആൾ അഗ്നിഹോത്രം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ചാൽ. അല്ല, പക്ഷെ അത് ആരും ഒന്നും മുണ്ടുന്നില്ല, അതാണ് സംഭവം. ഹലോ, ഈ നമ്മളുടെ ഒരു പറയൂ, നമ്മുടെ ഗ്രൂപ്പിന്റെ ഒരു കുറവ് പറയട്ടെ തന്നെ. ഈ പൊതുവെ ഞാൻ കുറ്റപ്പെടുത്തണതല്ല, ഞാനടക്കം കൂടി അതിന് ചേർന്ന് ഇൻക്ലൂഡ് ചേർന്നിട്ട് പറയാണ്, നമ്മുടെ മുമ്പിലിട്ട് ഒരാളെ തല്ലേ അല്ലെങ്കിൽ കൊല്ലാൻ നിൽക്കേ ആക്രമിക്കേ ബലാത്സംഗം ചെയ്യേ എന്തെങ്കിലും ചെയ്താലും ഇതേ നിശബ്ദത നമ്മൾ എല്ലായിടത്തും കാണിക്കണം. കാര്യം ആർക്കും പ്രതികരണശേഷി എന്നുള്ളത് ഉണ്ടാകരുത്. ഇനി ആരെങ്കിലും വഴിയിൽ വെച്ച് കരണത്തട്ടടിച്ചാൽ പോലും ഇതുപോലെ എന്തെങ്കിലും സംശയം ഉണ്ടോന്ന് വെച്ചാൽ ഒരു തന്നെ മുണ്ടരുത്. അതൊന്ന് പറയണം. അതുകൊണ്ട് ഞാൻ ഇനി ആരും ഒന്നും പറയണമെന്നില്ല, ഞാൻ അങ്ങോട്ട് പറയാം, നിങ്ങളെല്ലാം കേൾക്കാം. സംശയം ആരും ചോദിക്കാനും പാടില്ല കേട്ടോ. കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഈ നിശബ്ദതയാണല്ലോ നമ്മുടെ ഏറ്റവും വലിയ ആയുധം. എന്തിനെ കുറിച്ചും എന്ത് ചോദിച്ചാലും ഗ്രൂപ്പിൽ ആകെ വല്ലപ്പോഴും ഏതെങ്കിലും ഒരു മനുഷ്യൻ എന്തെങ്കിലും ഒരു സംശയം ചോദിച്ചാൽ അതിന് ഉത്തരം കൊടുക്കും. പക്ഷെ അത് കാണുന്ന ആൾക്കാർ 100-ൽ കൂടുതലാണ്. നമ്മൾ അതിന്റെ ഇൻഫോയൊക്കെ എടുത്തു നോക്കുമ്പോൾ വളരെ കൂടുതലാണ്. പക്ഷെ ആർക്കും ഒരു ചെറിയൊരു സംശയം പോലും ഇല്ലാത്ത ആൾക്കാരായിട്ട് നിങ്ങൾ മാറരുത്. ഈ നിലപാട് എന്താണെങ്കിലും മാറണം. എന്തിനിങ്ങനെ ഈ ഒരു ലൈഫ് പറ്റില്ല. എന്തെങ്കിലും അഗ്നിഹോത്രത്തെ കുറിച്ച് നിങ്ങൾ ആദ്യമായിട്ട് വരുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ആരെങ്കിലും ഒരാളെങ്കിലും ഉണ്ടാവും. അതിൽ അഗ്നിഹോത്രത്തെ കേൾക്കാത്തതായിട്ട് ആരെങ്കിലും ഉണ്ടാവും. ഇല്ലെങ്കിൽ അനിൽജി ഞങ്ങൾ പതിപോലെ തന്നെ ആ 45 പേരാണ് വരുന്നത്, അങ്ങനെയെങ്കിലും നിങ്ങൾക്ക് പറയാൻ പാടില്ലേ? അഥവാ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾക്ക് ഭയം വല്ലതും ഉണ്ടോ ഈ കാര്യത്തില്? അല്ല, ഞാൻ പറയാം, എനിക്കിങ്ങനെ പേഴ്സണൽ മെസ്സേജ് വരുന്നതിന് ഒരു കണക്കില്ല. അതുകൊണ്ടാണ് ഞാൻ അഗ്നിഹോത്രം വീണ്ടും വീണ്ടും ഇങ്ങനെ ഒരു ക്ലാസ് ആയിട്ട് വെക്കാനുള്ള ഒരു കാരണം. പക്ഷെ നമ്മൾ ആരും എന്തെല്ലാം പറഞ്ഞാലും ഈ ഞങ്ങൾ ഇങ്ങനെയാണ് എന്നുള്ള രീതിയിൽ നിങ്ങൾ പോകരുത്. ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ. നമ്മൾ ഇന്ന് ക്ലാസ് എല്ലാം വെച്ചിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ അറിവില് നിങ്ങൾ വായിച്ച ഏതെങ്കിലും ഒരു പുസ്തകത്തിന്റെ പേര് ഒന്നില്ലെങ്കിൽ ഗ്രൂപ്പിൽ കൊടുക്കേ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായ ഒരു പുസ്തകം, അതെന്തും ആയിക്കോട്ടെ, നോവലായിക്കോട്ടെ, പൈങ്കിളി കഥ ആയിക്കോട്ടെ, ഈ മറ്റുള്ളവരുടെ ഭാഷയിലൊക്കെ പൈങ്കിളി കഥ ആയിരിക്കുള്ളൂ, എന്നിരുന്നാൽ പോലും നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനകത്ത് ഇടം പിടിച്ച് എന്തെങ്കിലും ഒന്നും ഇല്ലാതിരിക്കൂലല്ലോ. ഓക്കെ, ഈ ഞാൻ ഈ കൊടുവേലി എന്നുവെച്ചാൽ വെളുത്ത കൊടുവേലി പൈൽസിന് ഏറ്റവും നല്ല ഔഷധമാണെന്ന് ഞാൻ മനസ്സിലാക്കിയത് ഇന്നലെ എന്നുള്ളതല്ല, 20 വർഷത്തിന് മുമ്പുള്ള എൻ്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞത്. എനിക്കറിയില്ലാത്തൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഒരാള് 20 വർഷത്തിന് മുമ്പുള്ള സംഭവമാണ്. അന്നത്തെ കാലത്ത് കുപ്പിവെള്ളം ഇത്ര ആക്റ്റീവ് അല്ല, ഇല്ലെന്നൊന്നും പറഞ്ഞില്ല, ഇത്ര ആക്റ്റീവ് അല്ല. അപ്പൊ ഒരാള് വഴിയിൽ നിന്ന് ഇങ്ങനെ ഒരു കുഴി എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അയാൾ എന്നോട് ചോദിച്ചു, ഒരു കുപ്പി വെള്ളം എവിടെന്നെങ്കിലും അല്ലെങ്കിൽ ഇത്തിരി വെള്ളം കിട്ടോ എന്ന് ചോദിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല, എൻ്റെ വീട് അടുത്താണ്, ഞാൻ തരാന്ന് പറഞ്ഞാൽ വെള്ളം കൊണ്ടു കൊടുത്തു. അപ്പൊ അങ്ങേരുടെ ജോലി എടുക്കുന്ന സമയത്ത് ഞാൻ പേരെന്താന്ന് ചോദിച്ചു. അപ്പൊ പുള്ളി പേരെല്ലാം പറഞ്ഞു. എവിടെ നിന്ന് വന്ന്, ഏതൊരു പാലക്കാട് ഏതോ ഒരു ഭാഗത്തു നിന്നാണ് പുള്ളി വരുന്നത്. അപ്പൊ സംസാരത്തിന്റെ ഇടയിൽ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്ക് ഒരു അറിവ് എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തിയ ഒരു അറിവ് എനിക്ക് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞത്, ഞങ്ങളുടെ വീടിനടുത്ത് മാങ്ങാട് എന്ന സ്ഥലമുണ്ട്. അപ്പൊ ഞാൻ മാങ്ങാട്, അതിനുശേഷം ഞാൻ പോയിരുന്നു. ഞങ്ങളുടെ ആശ്രമത്തിന്റെ ആശ്രമത്തിലെ മുതിർന്ന സ്വാമിമാരെല്ലാം താമസിക്കുന്നത് മങ്ങാട് ആശ്രമത്തിനടുത്താണ്. അപ്പൊ അവിടെ
ഈ പൈൽസിന് ചികിത്സിക്കുന്ന ഒരു ചേട്ടനുണ്ടായിരുന്നു. ആ ചേട്ടൻ ഒരു ദിവസം ഏറ്റവും കുറഞ്ഞത് ഒരു 50 പേരോ അല്ലെങ്കിൽ 40 50 പേര് എന്താണെങ്കിലും ആ ചേട്ടന്റെ വീട്ടിൽ എന്ന് രാവിലെ കാണാമെന്ന് പറഞ്ഞു. അത് വളരെ അകലെ നിന്ന് വരുന്ന വ്യക്തികളാണ്. അന്നത്തെ കാലത്ത് ബൈക്കിനും കാറിനും ജീപ്പിനും ഒക്കെ വന്ന ആൾക്കാർ അവിടെ വരാറുണ്ട്. അപ്പൊ ഇദ്ദേഹം കൊടുത്തിരുന്ന മരുന്ന് എൻ്റെ ഒരു അപ്പൂപ്പൻ അദ്ദേഹത്തിനോട് പറഞ്ഞു കൊടുത്താണ്. ആ മരുന്ന് എനിക്കും അറിയാമായിരുന്നു. എന്നാൽ ഞാൻ ആരെയും ചികിത്സിച്ചിട്ടൊന്നുമില്ല. അപ്പൊ എന്തായിരുന്നു ആ മരുന്നെന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ നമുക്ക് ആകാംക്ഷ കൂടി. അപ്പൊ അദ്ദേഹം പറഞ്ഞത് അത് വേറൊന്നുണ്ടായിരുന്നില്ല, ഈ കൊടുവേലിയുടെ, വെളുത്ത പൂവുള്ള കൊടുവേലിയുടെ വേര് പറിച്ചെടുക്കും. അപ്പൊ അത് ശ്രദ്ധിക്കണം, അത് പറിച്ചെടുക്കുമ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞു കൈ പൊള്ളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് ശ്രദ്ധാപൂർവം അതിന്റെ വേരെടുത്ത് മാറ്റി അതിനെ ചുണ്ണാമ്പുളത്തിലിട്ട് അതിന്റെ വീര്യം കളഞ്ഞ് അതിനെ എടുത്ത് വീണ്ടും ചതച്ച് തേങ്ങാപ്പാല് പിഴിഞ്ഞ് അത് കിഴിയായിട്ട് കെട്ടിയിട്ടിട്ട് എണ്ണ ഉണ്ടാക്കും. അതിന്റെ വേരൊന്നും അധികമായിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പൊള്ളലേൽക്കുള്ളൂ. അതുകൊണ്ട് അധികം വേരൊന്നും പാടില്ല. വളരെ കുറച്ച് വേരെടുത്തിട്ട് എന്താണ് ഉരുക്ക് വെളിച്ചെണ്ണ ഉണ്ടാക്കും. ആ എണ്ണ ഒരു സ്പൂൺ കഴിച്ചിട്ടുണ്ടെങ്കിൽ പൈൽസിന് ഏറ്റവും നല്ലൊരു മരുന്നായിട്ട് അദ്ദേഹം പറഞ്ഞു. ഇത് ഞാൻ കുവൈറ്റിലെ ഒരാളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഒരുപാട് വയറൊക്കെ ഉണ്ട്, തടിയൊക്കെ ഉണ്ട്, സ്ത്രീയാണ്. പക്ഷെ ഇതിന്റെ പൈൽസായിട്ട് ഭയങ്കര പ്രശ്നമായിട്ട് നിൽക്കുകയായിരുന്നു. അപ്പൊ അവരെന്നോട് പറഞ്ഞു, ഞാനിങ്ങനെ നാട്ടിലേക്ക് വരാൻ നിൽക്കുകയാണ്, എനിക്കൊരു എണ്ണ ഉണ്ടാക്കി എന്തെങ്കിലും നിങ്ങൾ തന്നെ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മരുന്ന് തന്നെ, അല്ലെങ്കിൽ നിങ്ങളൊരു നെയ്യ് ഉണ്ടാക്കി തന്നെ, എനിക്ക് നിങ്ങൾ വിശ്വാസമാണെന്നും എല്ലാം പറഞ്ഞു. അപ്പൊ ഞാൻ 5 വർഷത്തിന് മുമ്പുള്ള കാര്യം പറയണത്. 5 വർഷത്തിന് മുമ്പ് 5-6 വർഷത്തിന് മുമ്പ് ഞാനൊരു ഈ എണ്ണ ഞാൻ ഉണ്ടാക്കി വെച്ചത്. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ആ എണ്ണ ഇത് ഉണ്ടാക്കുന്നത്. കാര്യം എനിക്ക് വേറെ പൈൽസിന്റെ ഒരുപാട് കാര്യങ്ങൾ എനിക്കറിയാം. പക്ഷെ കുവൈറ്റിലേക്ക് ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്ന മരുന്ന് അവിടം വരെ എത്തുമോ എന്ന് എനിക്ക് ഭയം. അതുകൊണ്ട് ഞാനത് എണ്ണയുടെ രൂപത്തിൽ ഇത് വെച്ചിട്ടാണ് നമ്മൾ കാച്ചി കൊടുത്തത്. അവര് അവിടെ പോണതിന് മുമ്പ് ഇവിടെ വെച്ച് ഉപയോഗിച്ച് ഉപയോഗിച്ചപ്പോൾ തന്നെ 3 ദിവസം കഴിഞ്ഞപ്പോൾ അവര് പറഞ്ഞു എനിക്ക് പൈൽസേ ഇല്ലെന്ന് പറഞ്ഞു. പൈൽസ് ഇല്ല. ഞാൻ പറഞ്ഞു അങ്ങനെ നിങ്ങൾ ഇപ്പോഴേ പറയണ്ട, നിങ്ങൾ ഒന്നും കൂടി അത് കഴിച്ചു നോക്കാൻ പറഞ്ഞു. പക്ഷെ കുവൈറ്റിൽ പോയിട്ട് അവര് 1-2 ദിവസം ഉപയോഗിച്ചിട്ടുള്ളൂ. പിന്നീട് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇതിന്റെ 1/2 സ്പൂൺ എണ്ണ കഴിക്കും. അന്ന് ഞാൻ 1 ലിറ്ററോളം എണ്ണയാണ് ഞാൻ അവർക്ക് ഉണ്ടാക്കി കൊടുത്തത്. അവരിടക്ക നിലക്കൊക്കെ വിളിക്കുമ്പോൾ പറയും ആ എണ്ണ ഇപ്പോഴും ഞാൻ കുപ്പിയിൽ ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. അവിടെ നല്ല മഞ്ഞുകാലം വന്നപ്പോൾ ഈ എണ്ണ AC റൂമിലൊക്കെ വെക്കുമ്പോൾ ഈ എണ്ണ ഇങ്ങനെ കട്ടയാകും. അപ്പൊ അതുകൊണ്ട് ഞാനൊരു വട്ടപാത്രത്തിലേക്ക് എടുത്തു വെച്ച്, അപ്പോൾ കട്ടയാകുന്ന സമയത്ത് ഒരു അലുവ പോലെ ഞാനിത് മുറിച്ച് തിന്നും വല്ലപ്പോഴൊക്കെ. അതുമാത്രമല്ല, അവിടെ കൂടെ ഉണ്ടായിരുന്ന 1-2 അറബികൾക്കെല്ലാം അവരത് കൊടുത്തു. അവർക്ക് പൈൽസൊക്കെ ഉണ്ടായിട്ട് അവസാനം എനിക്ക് ഇതിന്റെ വലിയ ഓർഡർ കിട്ടി. പക്ഷെ ഞാനൊന്നും ഉണ്ടാക്കി കൊടുത്തില്ലെന്നല്ല, ആ ഓർഡറിന്റെ അത്ര ഒന്നും ഉണ്ടാക്കി കൊടുത്തില്ല. ആർക്കെങ്കിലും ഉപകരിക്കട്ടെ എന്നൊരു കുറച്ച് നിർമ്മിച്ചു കൊടുത്തു. ഇത് ഞാൻ സ്വയം കണ്ടുപിടിച്ച ഒരു ഔഷധമല്ല. അങ്ങനെ വീമ്പിളക്കാനൊന്നുമില്ല. ഇങ്ങനെയൊക്കെ കിട്ടുന്ന അറിവാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണത്. പക്ഷെ ഈ പഹയന്മാരും ഷെയർ ചെയ്യാൻ തയ്യാറല്ല. നിങ്ങളെ പോലെ തന്നെ ഇങ്ങനെ മൗനികളാണ്, മുനിമാരാണ് എല്ലാവരും. അപ്പോൾ എൻ്റെ ഒരു അറിവ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. ഇപ്പൊ ഇതിനകത്ത് എത്ര പേരുണ്ടെന്നുള്ളതിനെ കുറിച്ച് എനിക്കിപ്പോ കാണാൻ പറ്റുന്നില്ല. എനിക്ക് വന്ന് 10-40 പേരുണ്ട്. ഈ 45 പേരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ഔഷധം നിങ്ങൾക്ക് നിങ്ങളുടെ അനുഭവത്തിൽ എന്തെങ്കിലും പറയാനുണ്ടാവൂലേ? നമുക്ക് ഈ അഗ്നിഹോത്രത്തിന്റെ ക്ലാസ്സൊക്കെ മാറ്റി വെക്കാം. എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മൗനം ഒന്ന് വെടിയൂ പ്ലീസ്. മൗനം ഒന്ന് വെടിഞ്ഞിട്ട് നിങ്ങളുടെ അനുഭവത്തിൽ വന്ന ഏതെങ്കിലും ഒരു മരുന്ന്, അല്ലെങ്കിൽ ഒരു പുസ്തകം, ഇതല്ലെങ്കിൽ ഒരു നോവല്, ഇതല്ലെങ്കിൽ നിങ്ങൾ പോയൊരു സ്ഥലം, ഇഷ്ടപ്പെട്ട ഒരു ആശ്രമം, നിങ്ങൾ പരിചയപ്പെട്ട ഒരു വ്യത്യസ്തനായ മനുഷ്യൻ, ഇതൊക്കെ നിങ്ങൾക്ക് പങ്കുവയ്ക്കാൻ പാടില്ലേ? ഹലോ, പറയൂ. നമസ്കാരം സാറേ. നമ്മള് വിനോദ മേഡം പറഞ്ഞിരുന്ന ഒരു
ജോയിന്റ് പെയിനിന് ഈ ഇതില്ലേ പുളിങ്കുരു വറുത്തിട്ട് ആ പുളിങ്കുരു ആ കഴിച്ചിട്ടുണ്ടെങ്കിൽ കുറയും എന്നുള്ളത് അതെനിക്ക് ആ പെട്ടെന്ന് എഫക്ട് ചെയ്തു. അത് എനിക്ക് ജോയിന്റ് അല്ല, എനിക്ക് ഈ പുറം നടു മുതുക് അവിടെ ഈ ഷോൾഡർ അവിടെ ഇവിടെ ഒക്കെ വേദന ഉണ്ടായിരുന്നു. ഉം. പണിയുടെ എഫക്റ്റ് ആണ്. അപ്പൊ ഞാനത് രണ്ട് ഈ പറഞ്ഞ സാധനം ഞാൻ പുളിങ്കുരു കിട്ടിയപ്പോ കഴിച്ചു. ഒരു രണ്ടു മൂന്ന് ദിവസം രണ്ടു മൂന്ന് ദിവസം കഴിച്ചപ്പോ നല്ല റിസൾട്ട് ഉണ്ട്. നല്ല ഇതേവരെ അതിനുശേഷം നല്ല വ്യത്യാസമുണ്ട്. തീരെ ഇപ്പൊ ഗുഡ് കാര്യമായി എന്ന് പറയാം. അതേപോലെ തന്നെ പുളിങ്കുരു ഗുഡ്. അതെന്താ എന്തൊക്കെയാ ചെയ്തതെന്നൊന്ന് വിശദമാക്കാവോ? പുളിങ്കുരു സാറിന് ഒന്നും എടുത്ത് ചെയ്തില്ല. അല്ല ഞാൻ പറയാം, പുളിങ്കുരു പുളിങ്കുരു എടുത്തുകൊണ്ട് പോയത് മുതല് വീട്ടിൽ കയറിയത് മുതല് ഇട്ട പാത്രത്തിന്റെ പേര് എല്ലാം കൂടി ഒന്ന് പറ. ജനങ്ങൾക്കൊന്ന് മനസ്സിലാകട്ടെ. ഞാൻ തമാശയായിട്ട് പറഞ്ഞാണ്. ഒരു വിശദീകരണം കൊണ്ട് പറഞ്ഞേക്കെ. ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നെങ്കിൽ ഉപകാരപ്പെടട്ടെ. ഞാൻ ചെയ്തത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് ആ പുളിങ്കുരു ഇപ്പൊ ഇടക്കും തലക്കും അവിടെ ഇവിടെ ഒക്കെ മുളച്ചിട്ടുണ്ട്. അപ്പൊ മുളച്ചിരിക്കണ അതിന്റെ പരിപ്പ് എടുത്തിട്ട് കഴിച്ചു. പിന്നെ അത് കൂടാണ്ട് എന്റെ കൂടെ വർക്ക് ചെയ്യുന്നവരുണ്ട്. അപ്പൊ അവര് ഇതുമാതിരി പിന്നെ അതിന്റെ ഒത്ത് പിന്നെ മൂത്രത്തിന്റെ ഒരു പ്രശ്നം പറഞ്ഞിരുന്നു. മൂത്രം പോവാത്തവർക്ക്, മൂത്രത്തിൽ കല്ല് വരുന്നവർക്കൊക്കെ ഇത് നല്ലതാന്ന് പറഞ്ഞിരുന്നു. സാറെന്നെ ആ പറഞ്ഞത്. അത് സാറാ ആ പറഞ്ഞത്. ഞാനത് അങ്ങനെ പറഞ്ഞപ്പോ നമ്മളെ കൂടെ വർക്ക് ചെയ്യുന്ന ഒന്ന് രണ്ടുമൂന്ന് പേര് അത് പുളിങ്കുരു വറുത്തുകൊണ്ട് വന്നു. അപ്പൊ അവരൊന്ന് വാങ്ങിച്ചു കഴിച്ചു. അപ്പോ ഈ ജോയിന്റ് പെയിൻ നല്ല വ്യത്യാസമുണ്ട്. മൂത്രം ഇപ്പൊ ഈ ചൂടായതുകൊണ്ട് മൂത്രം കുറച്ച് കുറഞ്ഞിരുന്നു. അപ്പൊ ചിലപ്പോ നമ്മൾ പുറത്തുനിന്നുള്ള ഈ സർബത്തുകളൊക്കെ കുടിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ മൂത്രം അത്ര ക്ലിയർ ആവാറില്ല. അപ്പൊ ഞാനത് അധികം കുടിക്കാറില്ല എങ്കിലും, പക്ഷെ ഇടയ്ക്ക് അതൊരു പ്രശ്നമാവാറുണ്ട്. അപ്പൊ ഞാൻ ഈ പുളിങ്കുരു കഴിച്ചപ്പോ അതും കുറച്ച് വ്യത്യാസമുണ്ട്, നല്ല വ്യത്യാസമുണ്ട്. പിന്നെ സാർ ഇത്തവണ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്തിപ്പഴത്തിന് ഈ അത്തിപ്പഴമില്ലേ നാട്ടിലേക്കുള്ള ആ ആ ഉണ്ടാവാറുള്ള ആ ആ പഴം സാധാരണ മധുരം ഉണ്ടാവാറില്ല. ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. ഞാൻ മധുരം കണ്ടിട്ടില്ല. പക്ഷെ ഇത്തവണത്തെ ചൂട് കൂടിയോണ്ടാണെന്ന് അറിയില്ല, അത്തിപ്പഴം ഉണ്ടായിരുന്നത് പറിച്ച് കഴിച്ച് നോക്കിയപ്പോ അത് നല്ല മധുരം ഉണ്ടായിരുന്നു. ആ ആരെങ്കിലും ശ്രദ്ധിച്ചോന്നറിയില്ല. അത് നല്ലൊരു സംഭവം തന്നെയാണ്. അതിനകത്ത് ഇല്ലെന്ന് പറയുന്നില്ല. അത് ഈ കൂടുതൽ ചൂട് കൂടുമ്പോൾ അത്തിപ്പഴത്തിനകത്ത് എന്ത് സംഭവിക്കുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഈ ജലാംശം കുറയും. ജലാംശം കുറയുമ്പോൾ അത്തിപ്പഴത്തിന് നല്ല മധുരം ഉണ്ടാവും. പുളിപ്പ് വളരെ വളരെ കുറയും. അല്ല, ഈ അത്തിപ്പഴം ചെറുതുകൊണ്ട് വലുതുണ്ട്. വലുത് ഞാൻ കണ്ടിട്ടില്ല. ഈ അത്തിപ്പഴത്തിന് ഇതുപോലെ തന്നെ സാർ ഇപ്പൊ രാജീവ്ജി ഗ്രൂപ്പിലിട്ടുണ്ട്. ഈ എന്ത് മറ്റേ കാബേജ്, നീല കാബേജ്. ആ കാബേജിന് പ്രത്യേകിച്ച് ഗായത്രിയുടെ ഗുണം കൂടുതലുണ്ട്. അപ്പൊ അതുപോലെ തന്നെ അത്തിപ്പഴം നമ്മളിവിടെ ഒന്നും കണ്ടിട്ടില്ല. പക്ഷെ ശരിക്കുള്ള അത്തിപ്പഴം ഒരു വയലറ്റ് കളറാവും പഴുക്കുമ്പോ. അത് അതെ, വയലറ്റ് കളറാവും. പക്ഷെ ഇവിടുത്തെ അത്തിപ്പഴങ്ങളൊന്നും അത് നീല കളറാവണില്ല. പക്ഷെ എങ്കിലും ഇത്തവണ മധുരം ഉണ്ടായിരുന്നു. അത് ഒരു പുതിയ ഇതാണ്, അനുഭവമാണ്. ഓക്കെ. അതൊന്ന് രണ്ട് കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ പുളിങ്കുരുവിനെ കുറിച്ച് എന്തെങ്കിലും കൂടി പറയണം. പുളിങ്കുരു വറുത്ത് അതിന്റെ തോല് കളഞ്ഞിട്ട് അത് പൊടിച്ച് അത് കുറുക്കുണ്ടാക്കി കഴിച്ചിട്ടുണ്ടെങ്കിൽ ഈ കുറെ ആർത്തവ പ്രശ്നങ്ങൾ മാറുന്നുണ്ട്. മെലിഞ്ഞ സ്ത്രീകളെല്ലാം തടിക്കുന്നുണ്ട്. അതിന് ഈ പുളിങ്കുരു ഒരു 10 ദിവസം കഴിച്ചെങ്കിൽ ഈ ഫെയ്ഫെ നിന്റെ ഇപ്പോഴത്തെ ആരെങ്കിലും നിന്നിപ്പോ മുഴുവൻ പേരും വിളിക്കും കുറെ ആൾ കഴിഞ്ഞാൽ. കാര്യം നീ നല്ല ഇത്രയും കൂടി നിന്റെ ആരോഗ്യമല്ല, നിന്റെ ശരീരാവസ്ഥയിൽ നിന്ന് കുറച്ചും കൂടി മാറ്റം ഉണ്ടാവും. ഫെയ്ഫുദ്ദീൻ നിന്ന് തീർത്തും വിളിക്കും ഒരവസ്ഥയിലേക്ക്. കാര്യം ജെന്റിൽമാൻ ആവും. മനസ്സിലാവുന്നുണ്ടോ? കിട്ടുന്നുണ്ടോ? ഈ പുളിങ്കുരു കഴിക്കുമ്പോള് നമ്മള് പുളിങ്കുരു വറുത്ത് പൊടിച്ച് അതില് ശർക്കരയും കൂടി കൂട്ടണം. എങ്കിലാണ് അത് ഈ ഡൈജഷൻ ഭയങ്കര പ്രശ്നമാണ്. പുളിങ്കുരു ദഹിക്കാൻ ബുദ്ധിമുട്ടാണ് അല്ലേ? അപ്പൊ അത് തടി വെക്കാൻ വേണ്ടി കഴിക്കുമ്പോ പ്രത്യേകിച്ച് ഇതില് ശർക്കര കൂട്ടണം. ശർക്കര കൂട്ടി പൊടിച്ചു വെക്കണം. എന്നാലാണ് അതിന്റെ ക്ലിയർ ആവുള്ളൂ. അപ്പൊ വല്ലപ്പോഴൊക്കെ 1-2 കഴിക്കുമ്പോ അത്ര പ്രശ്നം ചിലപ്പോൾ സംഭവിച്ചില്ല. എന്നാലും സ്ഥിരമായിട്ട് കഴിക്കുമ്പോ അങ്ങനെ കഴിക്കണം.
അത് രണ്ട് കാര്യങ്ങളാണ് പുളിങ്കുരുവിന്. പിന്നെ അതുപോലെ തന്നെ അതിന്റെ വാളംപുളിയുടെ തോലും പ്ലാശിന്റെ തോലും ചതച്ച് എടുക്കുക. അതിൽ എള്ളും ചേർത്തിട്ട് ഈ പശുവിന്റെ പാലില് ഒരു ദിവസം കുതിർത്തിയിടണം. പിറ്റേ ദിവസം അത് അരച്ച് ചേർത്തിട്ട് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ ഒരല്പം കഴിച്ചാൽ മതി. നമ്മളുടെ ഈ മുഴകളെല്ലാം പൊട്ടിപ്പോകും. ഈ കട്ട പിടിച്ചിട്ടുള്ള ഒരു ആർത്തവം അതില്ലാതാകും. ദയവ് ചെയ്തിട്ട് ഗർഭിണികൾക്ക് ആർക്കും കൊടുക്കരുത് കേട്ടോ. കാര്യം 4 മാസത്തെ ഗർഭവലഫി പോകും. ഇത് ഈ വാളംപുളിയുടെ കുറച്ച് ഗുണങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് മലിനത്തെ പുറത്ത് കളയാനുള്ള ഒരു കഴിവ് ഈ എന്തിനകത്തുണ്ട്, ഈ പുളിങ്കുരുവിനുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഇനി ആരെങ്കിലും ഇതുപോലെ ഒരെണ്ണം പറയോ? നിങ്ങൾ ഒരെണ്ണം പറഞ്ഞ ഞാൻ രണ്ടെണ്ണം കൂട്ടി പറഞ്ഞു. നമസ്തേ. ഞാൻ ഇത് ഒരു ജോലി സ്ഥലത്ത് ഉണ്ടായ ഒരു അനുഭവമാണിത്. പണിയുടെ ഇടയ്ക്ക് എന്റെ ഒപ്പം വർക്ക് ചെയ്യുന്ന ആളുടെ കൈ മുറിഞ്ഞപ്പോ പെട്ടെന്ന് തന്നെ കൂടെ നിന്ന ആള് പറഞ്ഞ് ആ വാഴയുടെ തണ്ട് കീറിയിട്ട് അയാളുടെ കയ്യിൽ പിഴിഞ്ഞു കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ ആ ചാറിട്ട് കൊടുത്ത് പിറ്റേ ദിവസം ആ മുറിവ് വലിയുകയും ചെയ്തായിരുന്നു. എനിക്ക് അതിൽ നിന്ന് മനസ്സിലാകുന്ന വാഴയിൽ ആ ഫൈബർ നാരുകളുടെ ഒരു കണ്ടന്റ് കൂടുതലാണല്ലോ. അതെ, അതുകൊണ്ടായിരിക്കാം ഈ മുറിവ് കൂടിയതെന്ന് എനിക്ക് തോന്നിയായിരുന്നു അന്ന്. തുടക്കം തന്നെ അവിടെ സംഭവിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് കാലത്ത് പൊള്ളലുണ്ടായാൽ ഈ വാഴയുടെ ഈ പോള വലിച്ച് ഊരിയെടുത്തിട്ട് അപ്പൊ തന്നെ ചതച്ച് 2 പേര് ചേർന്ന് മുണ്ട് പിഴിയുന്ന പോലെ, നമ്മൾ കുളിച്ചിട്ട് തോർത്തെല്ലാം പിഴിയില്ലേ, അതുപോലെ അപ്പുറം ഇപ്പുറം എന്നിട്ട് പിഴിഞ്ഞ് ഒരു വാവട്ടമുള്ള പാത്രത്തിലേക്ക് ഇതിന്റെ നീരങ്ങാട് പിഴിയും. വീണ്ടും അതിനെ ചതച്ച് മടക്കി ഇങ്ങനെ പിഴിഞ്ഞെടുത്തിട്ട് ഈ എത്ര പൊള്ളലുണ്ടായാലും ഈ ഇതിർത്ത് ധാര ഓടും. ഇതല്ലെങ്കിൽ ഇതിനകത്ത് കുറെ പിഴിഞ്ഞിട്ട് കുറെ എടുത്ത് നാട്ടുകാരൊക്കെ കൂടി പിഴിയും. അന്നത്തെ കാലത്ത് പൊള്ളലുണ്ടെങ്കിലൊക്കെ എന്തെന്തായാലും നാട്ടുകാരോടി കൂടുമല്ലോ. എല്ലാവരും കൂടി പിഴിഞ്ഞിട്ട് ഈ പുള്ളി ഭാഗത്ത് പിഴിയും. അതിലൂടെ ആ പൊള്ളലിന് അപ്പൊ തന്നെ മാറ്റം ഉണ്ടാവുകയും ചെയ്യും. വേറെ ഒരു ട്രീറ്റ്മെന്റും ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ മുറിവുണ്ടെങ്കിൽ ഇതിന്റെ തണുപ്പ് ആ പെട്ടെന്ന് വരുന്ന ബ്ലഡിനെ അവിടെ നിർത്തി കളയും. ബ്ലഡിന്റെ സർക്കുലേഷനെ പെട്ടെന്ന് നിർത്തും. ഇതാണ് ആ ഒരു ഭാഗത്തുണ്ടാകാനുള്ള ഒരു കാരണം. പൊതുവെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങളൊരു കായ വട്ടം മുറിച്ച് വെക്കണമെന്ന് വെച്ചോ. ഒരു കായ നിങ്ങൾ വട്ടം മുറിച്ച് വെക്കുകയാണ്. തുടക്കം എത്ര മിനിറ്റ് നേരത്തേക്ക് അതിനകത്ത് ജലത്തിന്റെ മയം ഉണ്ടാവും? ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഡ്രൈ ആയിരിപ്പുണ്ടാവൂലേ, ഉണങ്ങിയിരിപ്പുണ്ടാവൂലേ, ചോക്ക് പോലെ ആയിട്ടുണ്ടാവൂലേ, കളറും ചേഞ്ച് ഉണ്ടാവും. അപ്പൊ പൊതുവെ വാഴയ്ക്ക് എന്ത് കഴിവുണ്ട്? വാഴയ്ക്ക് ശരീരത്തിലെ മുറിവുകളെ ഉണക്കാനുള്ള ഒരു കഴിവുണ്ട് അല്ലേ? പിന്നെ അത് മാത്രമല്ല, ഇത് ഉണങ്ങുകയും ചെയ്യും പെട്ടെന്നൊരു അതിനെ പൊടിച്ചെടുത്താൽ. ഇപ്പൊ കണ്ണങ്കായുടെ പൊടി ഇപ്പോൾ നിങ്ങളുടെ പൗഡർ തീർന്നു പോയാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്ന് വെറുതെ തമാശക്കാർക്കെങ്കിലും പറ, ആരെങ്കിലും ചെയ്തു നോക്കിയിട്ടുള്ള ആരെങ്കിലും പറ. കണ്ണങ്കായുടെ പൊടി ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഞാൻ പൗഡറിന് പകരം നമുക്ക് ഉപയോഗിക്കാം അത്യാവശ്യം നല്ല ഒരു എഫക്റ്റീവ് ഫേസ് നമുക്ക് കിട്ടും. നല്ല പോളിഷ്ഡ് ഫേസ് ആയിരിക്കും. യാതൊരു വക പാർശ്വഫലങ്ങളും ഇല്ല. മനസ്സിലാവുന്നുണ്ടോ? ഏറ്റവും നല്ലൊരു പൗഡറായിട്ട് നമുക്ക് അതിന് ഉപയോഗിക്കാം. മനസ്സിലാവുന്നുണ്ടോ? ആരെങ്കിലും വേണം ഇട്ട് നോക്കണോട്ടോ, വെറുതെ അങ്ങോട്ട് പറയല്ല. ഇല്ലെങ്കിൽ ഞാൻ നാളെ പൗഡർ ഇട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ ഇതിന്റെ ഒരു ഗുണമാണ്. അപ്പൊ ഇതിന്റെ കണ്ണങ്കായുടെ പൊടി ഉണ്ടെങ്കിൽ പോലും നമുക്ക് മുറിവിന് ഉപയോഗിക്കാം. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ വയറ്റിൽ അകത്തുള്ള അൾസറിന്റെ മുറിവുകൾ ഉണങ്ങി വായിലെ പുണ്ണുകളും ഉണക്കാനുള്ള കഴിവ് കണ്ണങ്കായുടെ പൊടിക്കുണ്ടെങ്കിൽ അതിന്റെ ഗുണം ഈ വാഴയുടെ തോലിനും ഉണ്ടാകാതിരിക്കുമോ? നിങ്ങൾ ചിന്തിക്കും മക്കളെ. ഓക്കെ, ഇനി അടുത്ത ആള് എന്തെങ്കിലും പറഞ്ഞ പറയോ? പിന്നെ ഒരു കാര്യമുണ്ട്. ഞാൻ താവോ ഫിസിക്സ് എന്ന് പറഞ്ഞൊരു ബുക്ക് വായിച്ചായിരുന്നു. അപ്പൊ കംപ്ലീറ്റ് ചെയ്തില്ല ബുക്ക്. അപ്പൊ അതില് കാപ്ര എന്ന് പറഞ്ഞ ഒരാളാണ് ഇത് പറയണത്. അപ്പൊ കാപ്ര പറയണെന്ന് പറഞ്ഞാല് പുള്ളി കടൽ തീരത്ത് പോയിരിക്കുന്ന സമയം, ഒരു സന്ധ്യാസമയം ആവണ സമയത്ത് പോയിരിക്കുന്ന സമയം
ഈ ഇലക്ട്രോണും പ്രോട്ടോണും തമ്മിലുള്ള ഒരു സ്ഫോടനം പുള്ളി കണ്ണുകൊണ്ട് കാണുകയുണ്ടായി. ആ അപ്പൊ അതൊരു ശിവതാണ്ഡവത്തിന്റെ ഒരു രൂപത്തിലാണ് ആ സംഭവം പുള്ളി കണ്ടതെന്ന് പറഞ്ഞു. ആ ഇതുപോലെ തന്നെ ഞാനപ്പോ അത് അങ്ങനെ കഴിഞ്ഞ് ഞാൻ അപ്പൊ ഇത് സൂക്ഷ്മ നിരീക്ഷണം ചെയ്തുകൊണ്ടിരിക്കണായിരുന്നു, ഇങ്ങനെ എനിക്കും കാണാൻ പറ്റുമോന്നറിയാം. അപ്പൊ ഇതുപോലെ മഴവില്ല് വന്ന സമയത്ത് ഞാൻ ഇതിനെ കുറെ നേരം നോക്കി നിൽക്കുമ്പോ ഈ മഴവില്ല് പെട്ടെന്ന് മായ്ഞ്ഞു പോകും. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ശ്രദ്ധ മാറ്റി നോക്കുമ്പോൾ നമുക്ക് മഴവില്ല് വീണ്ടും കാണാം. ഇത് കഴിയുമ്പോൾ കുറെ വെള്ളി കളറിലെ കുറെ പൊടി പൊടി പോലുള്ള സാധനങ്ങൾ നമുക്ക് ഇങ്ങോട്ട് വരുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അത് എനിക്ക് തോന്നലായിരിക്കും, അല്ലെങ്കിൽ അത് റിയൽ ആയിട്ടും അങ്ങനെ ഉണ്ടാവാൻ സാധ്യത ഉണ്ടാവും. അല്ല ഇത്രയുള്ള അതിനെ ശിവതാണ്ഡവം എന്ന് ആ രീതിയിൽ അതിനെ ഭക്തിതലത്തിൽ ചിത്രീകരിക്കാതെ ഈ ന്യൂട്രോണും ഇലക്ട്രോണും ചേർന്ന ആ നെഗറ്റീവും പോസിറ്റീവും രശ്മികളുണ്ട്. ഓക്കെ. നമ്മുടെ യയാതിയുടെ 2 ഭാര്യമാരെ പോലെ. യയാതിയുടെ 2 ഭാര്യമാരുണ്ട്, ദേവയാനിയും എന്താണ് ശർമ്മിഷ്ഠയും പോലെ തന്നെ. ഇതുപോലുള്ള 3 തരംഗങ്ങൾ അവിടെ എന്താണ് ചേർന്ന് കളിക്കും. ആ സമയത്താണ് യദു എന്ന മഴക്കാരുണ്ടാവുന്നത്. അതുകൊണ്ട് അവർക്ക് ഒരു യദു എന്ന മകൻ ജനിക്കുന്നുണ്ട്. അതിൽ നിന്ന് തന്നെ വീണ്ടും പുരൂരവസ് എന്ന് പറഞ്ഞ പുരുവംശം ജനിക്കുന്നുണ്ട്. അങ്ങനെ 2 വംശങ്ങൾ ജനിക്കുന്ന ഒരു സാഹചര്യം അതാണ്. അതുപോലത്തെ ഒന്നാണ് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടത്. ഭക്തിതലത്തിലേക്ക് പോയിട്ട് അതിനൊരു ശിവനെ വരച്ച് അതിന്റെ താണ്ഡവമാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, നമ്മുടെ വിഷയം മാറിപ്പോകണ്ട. നിങ്ങൾക്ക് ഇനിയും ഒരു അറിവ് പറയാനുണ്ടെങ്കിൽ കൊടുക്കാൻ. ഓക്കെ, ഇനി ഒന്നും കൂടി ഞാൻ പറയുന്നത്, പുളിങ്കുരും ചേർക്കൊരും തേനിലും നെയ്യും കുഴച്ചു കൊടുത്താൽ ശരീരം ഇതുപോലെ തന്നെ നന്നാകും. പക്ഷെ ഈ ചേർക്കൊരു ശുദ്ധി ചെയ്യാൻ ആൾക്കാർ അറിയില്ലെങ്കിൽ ശുദ്ധി ചെയ്യണം. നല്ല കഷ്ടപ്പാടാണ് ശുദ്ധി ചെയ്തെടുക്കാനായിട്ട്. കഷ്ടപ്പാടൊന്നുമല്ല, 1-2 ക്രിയകളെ അതിന്റെ ശുദ്ധി ചെയ്യാൻ എടുക്കാനുള്ള ആവശ്യമുള്ളൂ. എങ്കിലും പുളിങ്കുരുവിന് എന്താണെങ്കിലും പുളിങ്കുരു എന്നെങ്കിലും നിങ്ങൾക്ക് വെറുതെ കിട്ടിയാൽ നിങ്ങൾ അതിനെ വെള്ളത്തിലേക്ക് ഇട്ടേക്കുക. 2 മണിക്കൂർ ഒരു രാത്രി വെക്കുകയാണെങ്കിൽ അത് മുഴുവൻ കുതിർന്ന് നിങ്ങൾ ഇടുന്ന പാത്രം അതിൽ നിന്നൊക്കെ കവിഞ്ഞ് നിലത്ത് കിടപ്പുണ്ടാവും. അതുകൊണ്ട് ഈ പുളിങ്കുരു നല്ല രീതിയിൽ വികസിക്കും. ഒരു 1/4 പാത്രം പുളിങ്കുരു ഉണ്ടെങ്കിൽ അത് വെള്ളമൊഴിച്ച് നിറച്ച് വെച്ചാൽ പിറ്റേ ദിവസത്തേക്ക് അത് ഇരട്ടി വലുതാവും. എന്നിട്ട് അത് പശുവിനും പോത്തിനൊക്കെ കൊടുക്കുകയാണെങ്കിൽ തടിച്ചു കൊഴുക്കും. മനുഷ്യനും കൊടുത്താലും തടിച്ചു കൊടുക്കും. ഓക്കെ, ഇനി നിങ്ങൾ ആരെങ്കിലും ഒരറിവ് പറയൂ, നിങ്ങളുടെ അറിവിലുള്ളത്. ആരും പറയാതിരിക്കരുത് കേട്ടോ, ദയവ് ചെയ്തിട്ട്. ഞാൻ പറഞ്ഞു, പോയ സ്ഥലങ്ങൾ പറഞ്ഞു. നമ്മുടെ പണ്ട് കാലത്ത് നമ്മുടെ ഈ മുറിവൊക്കെ ഉണ്ടാകുമ്പോൾ കുഞ്ഞുനാളിലെ ഈ കുരുത്തോലയുടെ ഒരു സൈസ് വെള്ളപ്പൊടി പോലൊരു സാധനം വരാറുണ്ട്. അതെടുത്ത് മുറിവിന് വെക്കും. അതുപോലെ ഈ വട്ട എന്ന് പറഞ്ഞൊരു ചെടിയില്ലേ, വട്ടയുടെ കറ, ചുവന്നൊരു പാല്, അതെടുത്ത് വെക്കാറുണ്ട്. പക്ഷെ ഇപ്പൊ ഒന്നും ആരും അങ്ങനെ ചെയ്യുന്ന കണ്ടിട്ടില്ല. ഞങ്ങളൊക്കെ കൊച്ചുനാളുകളിൽ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ എന്താണ് അതിന്റെ ഒരു തത്വം? ഈ കുരുത്തോലയുടെ ഒരു സൈസ് വെളുത്ത പൊടിയുണ്ട്, അത് എന്താണ് സംഭവം എന്ന് അറിയില്ല. പക്ഷെ അതും മുറിവിന് വെച്ച് കണ്ടിട്ടുണ്ട്. അതെ, തെങ്ങിന്റെ മടലിന്റെ സൈഡിലുള്ള ഒരു സൈസ് പൊടി, വെളുത്ത പൊടി. അത് വെച്ച് മുറിവ് കരിഞ്ഞിട്ടുണ്ട്. അല്ല, അത് ഇല്ല എന്ന് പറയുന്നില്ല. രണ്ട് കാര്യങ്ങൾ അതിനകത്തുണ്ട്. ഈ നിങ്ങള് ഇതിനകത്ത് വെള്ളം വീണിട്ടുണ്ടെങ്കിൽ ഈ നല്ല മഴയുടെ സമയത്ത് നിങ്ങൾ തെങ്ങിന്റെ ആ തടിയുമല്ലാതെ വേറെ ഒരു സ്ഥലത്തും വെള്ളം പിടിക്കൂല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതെ അതെ. അച്ഛാ, ജലാംശത്തെ കുറക്കാനുള്ള ഒരു കഴിവ് ആ പൊടിക്കുണ്ട്. ഇതിന്റെ പൊതുമ്പ്, കോഞ്ഞാട്ട എന്നെല്ലാം പറയുന്ന ഇതിനൊന്നും അധികം വെള്ളം കുടിക്കാനുള്ള കഴിവ് എന്താണ് തെങ്ങിൽ നിൽക്കുമ്പോൾ വളരെ കുറവാണ്. അച്ഛാ, ഡ്രൈനസ് ആക്കാനുള്ള ഒരു കഴിവ് കൂടുതലാണ് ഇതിന്. അതെ അതെ. അതുപോലെ തന്നെ അനിൽജി നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ആ തെങ്ങിന്റെ മടലിന്റെ ആ കർവ്ഡ് ഷേപ്പിനെ കുറിച്ച് നേരത്തെ തന്നെ ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയ ഒരു അറിവാണത്. അത് ഞാൻ ഒന്നുകൂടെ ഷെയർ ചെയ്യുന്നേ ഉള്ളൂ.
അഞ്ച് നേരത്തെ ഒരു പറഞ്ഞിട്ടുണ്ട് മടലിന് ഇങ്ങനെ ആ ഒരു വളവ് കൊടുത്തിരിക്കുന്നതിന്റെ പ്രത്യേകത. ഉണങ്ങും. അത് വെച്ചാൽ പെട്ടെന്ന് അത് നേരെ മറിച്ചിട്ടാൽ ഉണങ്ങും. കാര്യം തെങ്ങ് ആ രീതിയിൽ നിന്നാൽ അത് ഉണങ്ങില്ല, മറിച്ചിട്ടാൽ ഉണങ്ങും. അതെ അതെ. തെങ്ങ് നിലവിൽ നിൽക്കുന്ന ഓല നിൽക്കുന്ന അതേ അവസ്ഥയിൽ തന്നെ നമ്മൾ ഒരു തെങ്ങിന്റെ ഓല വെട്ടി അതേ വിധത്തിൽ ഭൂമിയിലേക്ക് വീഴണമെങ്കിൽ അത് കുറെ നാള് ദ്രവിക്കാതെ കിടക്കും. മറിച്ചാണത് ഇടണമെന്നുണ്ടെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് ഉണങ്ങും, 4-5 ദിവസത്തിനുള്ളിൽ അത് ദ്രവിച്ചു പോകും. അത് നിങ്ങൾ ഈ തെങ്ങിന്റെ തോപ്പുകളിൽ ചെന്നാൽ നിങ്ങൾക്കത് മനസ്സിലാവും. ഏതെല്ലാം ഓലയാണ് പെട്ടെന്ന് ദ്രവിച്ച് കിടക്കണേന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതും ഒരു നിരീക്ഷണം ഉണ്ടോ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ. കാര്യം നമ്മൾ എല്ലാ രീതിയിലും ഒരു നിരീക്ഷണവും പരീക്ഷണവും ഗവേഷണവും നമ്മൾക്ക് ഉണ്ടായിരിക്കണം. അനിൽജി, അതേപോലെ തന്നെ ഈ അത്തിപ്പഴവും ഇവിടെ ഈ കിട്ടുന്ന ഡ്രൈഡ് ഫിഗ് എന്ന് പറയുന്ന സാധനവും സെയിം ആണോ എന്ന് ഒരു സംശയമുണ്ട്. കാരണം നേരത്തെ ഈ ഡ്രൈഡ് ഫിഗ് പണ്ട് അനിൽജി പറഞ്ഞിട്ടുണ്ട്, അതിന് നമ്മുടെ ഒരു ഗുദത്തിന്റെ ഷേപ്പാണ്. അപ്പം അത് ഈ കോൺസ്റ്റിപ്പേഷൻ ഒക്കെ ഉള്ള സമയത്ത് അത് കഴിച്ചു കഴിഞ്ഞാൽ, ഞാനത് കഴിക്കാറുണ്ട്, നല്ല രീതിയിൽ അത് മലം പോവാൻ നല്ലതാണ്. അതിന്റെ അകത്ത് ഒരു സൈസ് അരി പോലുള്ള സാധനമാണ് ഈ ഡ്രൈഡ് ഫിഗ് എന്ന് പറഞ്ഞാൽ. അതും ഈ അത്തിപ്പഴം എന്ന് പറയുന്നതും സെയിം ആണോ എന്നൊരു സംശയമുണ്ട്. നമ്മുടെ വാങ്ങാൻ കിട്ടുന്ന അത്തിപ്പഴത്തിനകത്ത് ചെറിയൊരു ഫെർമെന്റേഷൻ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. നമ്മളുടെ അത്തിപ്പഴം അതുപോലെ തന്നെ ഇപ്പൊ ഇവിടെ ആൾക്കാർ ചെയ്തെടുക്കുന്നുണ്ട്. രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. പറയൂ. അല്ല, രണ്ടും സെയിം തന്നെയാണ് അപ്പൊ അല്ലേ? ഒരേ സ്പീഷീസിലുള്ളത് തന്നെ അല്ലേ? ചെറിയൊരു മാറ്റങ്ങളും മാത്രം, ചെറിയ 1-2 മാറ്റങ്ങൾ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. വേറെ വലിയ സംഭവങ്ങളായിട്ടൊന്നുമില്ല. അനിൽജി, അതേപോലെ തന്നെ നമ്മുടെ ഈ ഉരുക്ക് വെളിച്ചെണ്ണ കാര്യം പറഞ്ഞത്. ഉരുക്ക് വെളിച്ചെണ്ണ ഞാൻ ഇവിടെ സ്ഥിരം ഉണ്ടാക്കാൻ, ഞാൻ കുവൈറ്റിലാണുള്ളത്. ഞങ്ങളിവിടെ എന്റെ വൈഫിന് നല്ല രീതിയിൽ മുടി കൊഴിച്ചിലുള്ള സമയത്ത് ഇവിടെ കിട്ടുന്ന എണ്ണകളൊന്നും അത്ര നന്നായിട്ടല്ല. അതുകൊണ്ട് ഞങ്ങള് നേരത്തെ അനിൽജിയുടെ അറിവിൽ നിന്ന് കിട്ടിയ ഉരുക്ക് വെളിച്ചെണ്ണ ഞങ്ങളിവിടെ ഉണ്ടാക്കി തേക്കാറുണ്ടായിരുന്നു. അപ്പൊ നല്ല രീതിയിൽ മുടി കൊഴിച്ചിൽ നിന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ സെയിം ഉരുക്ക് വെളിച്ചെണ്ണ എന്റെ കൊച്ചുമോന് ഈ കോൺസ്റ്റിപ്പേഷൻ ഉള്ള സമയത്ത്, ഒരു 3 വയസ്സൊക്കെ ഉള്ള സമയത്ത് ഇവിടെയുള്ള ആൾക്കാർ, ഈ ഡോക്ടർമാർ കൊടുക്കുന്ന കുറെ ഈ മെഡിസിൻ കൊടുക്കുന്നത് കുറവില്ല. പിന്നെ ഞാൻ ഈ ഉരുക്ക് വെളിച്ചെണ്ണ, അത് ഞാൻ എന്റെ സ്വന്തം റിസ്കിൽ ചെയ്തതാണ്. പാല് കൊടുക്കുന്ന സമയത്ത് ഒരു 1/2 സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ, ഉരുക്ക് വെളിച്ചെണ്ണയും കൂടെ അതിന്റെ കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് കോൺസ്റ്റിപ്പേഷൻ നല്ല രീതിയിൽ കുറഞ്ഞ ഒരു ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ കൊടുക്കുമായിരുന്നു. ഉരുക്ക് വെളിച്ചെണ്ണയ്ക്ക് അത്ര പാർശ്വഫലങ്ങൾ എന്തായാലും മറ്റു മെഡിസിന്റെ അത്ര ഇല്ല എന്നുള്ള എന്റെ സ്വന്തം റിസ്കിൽ ഞാൻ ചെയ്തതാണ്. പക്ഷെ എനിക്കത് ബലം കിട്ടി. ഇനി അടുത്ത ആൾക്ക് എന്തെങ്കിലും പറയാനുണ്ട്? ഇതോടുകൂടി നമ്മുടെ ഗ്രൂപ്പിൽ അറിവ് തീർന്നു പോകരുത് കേട്ടോ. ജനിച്ചിട്ട് അക്ഷരം പറയൂ. ഞാൻ പണ്ട് ഓർക്കുന്നുണ്ട്, എന്റെ അമ്മയ്ക്ക് തലവേദന വരുമ്പോ ഈ വെള്ളക്ക, അതായത് ഈ പൊഴിഞ്ഞു വീഴുന്ന വെള്ളക്കയില്ലേ, അത് ഒരച്ച് ചന്ദനം പോലെ നെറ്റിയിൽ ഇട്ട് കൊടുക്കുമായിരുന്നു. ഞങ്ങൾ എന്റെയൊക്കെ വളരെ ചെറുതിലെ ഇത് അമ്മ അമ്മയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് തലവേദന വരാറുണ്ട്. അപ്പൊ ഞങ്ങൾ ഈ വെള്ളക്ക ഒരച്ചിട്ട് കൊടുക്കും. പെട്ടെന്ന് ആ തലവേദന മാറാറുണ്ടായിരുന്നു. അതെന്താണ് അനിൽജി? അത് ഇപ്പോഴും ആരും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. അത് അതിനെന്തെങ്കിലും ശാസ്ത്രീയതയുണ്ടോ, അതോ അതിന്റെ തണുപ്പ് കൊണ്ടാണോ? ഒന്നാമത്തെ അതിന്റെ പേര് തന്നെ വെള്ളക്കാന്നാണ് അല്ലേ? വെളുത്ത കായ എന്നല്ല അതിന്റെ അർത്ഥം. അതിനകത്ത് വെള്ളത്തിന്റെ കണ്ടന്റ് വളരെ കൂടുതലാണ്. തലവേദന വന്ന ഒരു തുണി നനച്ചിട്ട് ഇടുന്നേക്കാൾ കൂടുതൽ ഈ വെള്ളക്ക അരച്ച് ജലം ചേർത്ത് തന്നെ അങ്ങ് അരച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നാമത് പെട്ടെന്ന് ഉണങ്ങില്ല. ഇത് ഒരു തുണിയാണെങ്കിൽ പെട്ടെന്ന് ഉണങ്ങും. ഇത് പെട്ടെന്ന് ഉണങ്ങില്ല. ഏറെ നേരം ആ ജലത്തിന്റെ കണ്ടന്റ് അങ്ങനെ പിടിച്ചു വെച്ചോണ്ടിരിക്കും. അപ്പോ ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെയാണ് തലവേദന ഇല്ലാതാണത്. അനിൽജി, ഈ തലവേദനയുടെ കാര്യം പറഞ്ഞപ്പോഴാണ്, നമ്മള് പണ്ട് ചെവിക്ക് വേദന വരുന്ന സമയത്ത് ഈ മുളക് ചൂടാക്കി അതിനകത്ത് കൂടെ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നത്, അത് കറക്റ്റ് ചെവിയിലേക്ക് വീഴാൻ വേണ്ടിയിട്ട് മുളക് യൂസ് ചെയ്യുന്നതാണോ, അതോ മുളകിനകത്ത് കൂടെ എണ്ണ പോരുമ്പോൾ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ഈ എണ്ണ ചെവിയിലെത്തുമ്പോ എന്തായാലും ജീവികൾ പുറത്ത് കാണുന്ന എണ്ണയുടെ പ്രത്യേകത കൊണ്ടാണെന്ന് ഇപ്പൊ അനിൽജിയുടെ പല വോയിസ് ക്ലിപ്പിൽ നിന്നും മനസ്സിലായിട്ടുണ്ട്. അപ്പൊ ഈ മുളകിനകത്ത് കൂടെ കൊടുക്കുമ്പോ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്ന്? ഇല്ല, മുളകിനകത്ത് യഥാർത്ഥത്തിൽ ഈ മുളക്
ചൂടാണോ തണുപ്പാണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ഉത്തരം പറയും? മുളക് ചൂടാണെന്നാണ്. അല്ല, മുളക് തണുപ്പാണ്. ചൂടല്ല. അല്ല, തണുപ്പാണ്. അതിന്റെ ഒരു ചെറിയൊരു പ്രശ്നം മാത്രം. ഇല്ല, ഫ്രിഡ്ജിനുള്ള ഐസിനകത്ത് ആ ഫ്രീസറിനുള്ളിൽ നമ്മൾ കുറച്ച് മുന്തിരി എടുത്ത് വെച്ച് അത് 1 മണിക്കൂറോ 2 മണിക്കൂർ കഴിഞ്ഞ് നമ്മളത് വീണ്ടും വെളിയിൽ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ തോലിന് എന്ത് സംഭവിക്കും? പുഴുങ്ങിയ നല്ല ചൂടുവെള്ളത്തിലിട്ട് പുഴുങ്ങിയ ഒരു അവസ്ഥയിലേക്ക് അത് മാറും അല്ലേ? അതാണ് ആറിത്തണുത്താൽ. ഇല്ലേ? ആർക്കും അങ്ങനെ അനുഭവം ഉണ്ടായിട്ടില്ല? ഗ്രൂപ്പിൽ എല്ലാവരും നിശബ്ദമായിരിക്കരുത്. അതെ, അത് ആപ്പിളും അങ്ങനെ തന്നെ ആയിരിക്കും അനിൽജി. വേവിച്ച പോലെയാവും. അതെ. അതുകൊണ്ട് നമ്മൾ എന്ത് പറയും? ഈ ഐസ് ചൂടാണെന്നോ തണുപ്പാണെന്നോ? ഐസ് തണുപ്പ് തന്നെയാണ്. ഐസ് ചൂടാണെന്ന് പറയാൻ പറ്റുമോ? ഐസ് ചൂടാണ്. ഇല്ല, അതല്ല അവിടെ സംഭവിക്കണം. ഐസ് ചൂടൊക്കെ തന്നെയാണ്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അവിടെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ കുറച്ച് വെള്ളത്തിലേക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ ആ വെള്ളത്തിന് പിന്നെ തണുപ്പുണ്ടാകരുത്, ചൂടുണ്ടാകണം. ഐസ് വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ നമ്മൾ പെട്ടെന്ന് വേർക്കും. അതില്ല, നമ്മൾ വേർക്കല്ല ചെയ്യുന്നത്. ഐസ് നമ്മുടെ ശരീരത്തിൽ ചെല്ലുമ്പോൾ നമ്മളുടെ ശരീരം പ്രതിരോധിക്കുകയാണ്, ചൂട് കൂട്ടി പ്രതിരോധിക്കുകയാണ് അതിനെ. അതുകൊണ്ടാണ് നമ്മൾ വേർക്കണത്. ഐസ് ഇപ്പൊ നമ്മള് നല്ല ഐസും വെള്ളം ഐസ് എന്താണ് നല്ല ഡിഗ്രിയിൽ ഐസ് കുടിച്ചാൽ നമുക്ക് അറ്റാക്ക് വരെ വരാൻ സാധ്യതയുണ്ട്. നിങ്ങള് ഈ എന്താണ് ആടുജീവിതം സിനിമ ആരെങ്കിലും കണ്ടോ? കണ്ടിട്ടില്ല. കണ്ട ആരെങ്കിലും ഉണ്ടോ? അതിന്റെ അവസാന നിമിഷത്തിൽ അവനെ വെള്ളം കാണുമ്പോൾ അതിനകത്ത് ഒരുത്തൻ ബുദ്ധിയും ബോധമുള്ള ഒരു ആഫ്രിക്കൻ യുവാവ് കൂടെ ഉണ്ട്. അവനെ വെള്ളം കുടിപ്പിക്കാണ്ട് വലിച്ച് അവനെ ആ തടാകത്തിൽ നിന്ന് വലിച്ചെടുത്ത് മാറ്റുന്നുണ്ട് ഇല്ലേ? എന്താ കാര്യം? അവനോട് ദേഷ്യമാണോ അവന്? അതാ ഇഷ്ടോ? അവനോട് അവനെ മരിക്കരുതെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട്. ആ വെള്ളം അവൻ അപ്പൊ പോയി കുടിച്ചാൽ, അത്ര ഒറ്റടിക്കാ വെള്ളം കുടിച്ചാൽ അവൻ മരിച്ചു പോവും. അവന്റെ ശരീരത്തിൽ വെള്ളമില്ല. മനസ്സിലായി. അവന്റെ ശരീരത്തിൽ വെള്ളമില്ല, ടെമ്പറാവും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കത്തി ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇരുമ്പിന്റെ കഷ്ണം പച്ചവെള്ളത്തിലേക്ക് മുക്കുമ്പോൾ അത് ടെമ്പറാവും അല്ലേ? അതെ. അപ്പൊ നമ്മുടെ അയൺ അത്രയും അതേ അവസ്ഥയിൽ തന്നെ നമ്മുടെ അയൺ എന്ത് ചെയ്യും? ഒറ്റടിക്ക് ഒന്നാവും. ഹാർട്ടിൽ അയൺ എല്ലാം ഒന്നാവും. വല്ലാത്തൊരവസ്ഥ വന്ന് നമുക്ക് മരണം സംഭവിക്കും. ഓക്കെ, നമ്മൾ എന്ത് പറഞ്ഞപ്പോഴേ ഈ കാര്യത്തിലേക്ക് വന്നത്? അതൊന്നുമല്ല, അത് ഇപ്പൊ പറഞ്ഞ കാര്യമല്ലേ? അതല്ലാർന്ന അവസ്ഥ. വേറെന്തോ കാര്യം പറഞ്ഞപ്പോഴാണ് ഇതിനകത്തേക്ക് വന്നത്. ഐസ് ചൂടാണോ തണുപ്പാണോ? മുളകിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ്. ഇതാണ് നിങ്ങളുടെ പ്രശ്നം. കണ്ട, ഇതിനകത്ത് ഇപ്പൊ എത്ര പേര് ആത്മാർത്ഥത്തോടെ ഇത് കേൾക്കുന്നുണ്ട്? പറയൂ. സാരില്ല, വെള്ളക്കയുടെ കാര്യം പറഞ്ഞു വന്നത്. അപ്പൊ അതുപോലെ തന്നെയാണ് മുളക് യഥാർത്ഥത്തിൽ തണുപ്പാണ്. അതിനകത്ത് അടങ്ങിയിരിക്കുന്നത് സൾഫ്യൂറിക് ആസിഡ് ആണ്. സൾഫ്യൂറിക് ആസിഡ് യഥാർത്ഥത്തിൽ ചൂടാണോ തണുപ്പാണോ എന്ന് ചോദിച്ചാൽ വീണ്ടും നിങ്ങൾ എന്ത് പറയും? സൾഫ്യൂരിക് ആസിഡ് ചൂടാണ്. എന്റെ ദൈവമേ, നമുക്ക് ക്ലാസ് നിർത്താം. നിങ്ങളായ തന്നെ ഇതൊന്ന് പഠിക്കൂ. എല്ലാ ആസിഡും തണുപ്പാണ്, നിങ്ങളത് മനസ്സിലാക്കൂ. സൾഫ്യൂരിക് ആസിഡ് വീണ് കഴിഞ്ഞാൽ അവിടെ പൊള്ളൂലേ? അതെ, ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇല്ല എന്ന് നമ്മളെങ്ങനെ അതില്ല. അപ്പൊ ഞാൻ ഐസ് വെച്ചാലും പൊള്ളൂലേ? കൺഫ്യൂഷൻ ആണോ ആർക്കെങ്കിലും ഉണ്ടായത്? എന്താ സംഭവം? തണുപ്പ് കൂടുതലാണെങ്കിൽ കൊള്ളാറുണ്ട്. നമ്മുടെ ബഹിരാകാശത്തിലേക്ക് നമ്മുടെ ഈ ഹെൽമെറ്റ് സാധനങ്ങളൊന്നും ഇല്ലാണ്ടിരുന്ന കത്തിപ്പോവാണല്ലേ? അല്ല, ഐസ് ബേൺ ഉണ്ടാവാറുണ്ട്. ഐസ് ബേൺ നമുക്കിവിടെ ഉണ്ടാവാം. തണുപ്പ് കൂടി കഴിയുമ്പോൾ ഐസ് ബേൺ ഉണ്ടാവുന്നത്. ഇതുപോലെ തന്നെയാണ് ഈ മുളകിൽ അടങ്ങിയിരിക്കുന്നത് അതിശക്തമായ
തണുപ്പാണ്. ആ തണുപ്പിന്റെ കണ്ടന്റ് വളരെ കൂടുതലായതുകൊണ്ട് നമ്മുടെ നാവിന് എരിവാണ് ഉണ്ടാകുന്നത്, പൊള്ളലല്ല. എരിവും പൊള്ളലും തമ്മിൽ വ്യത്യാസമില്ലേ? ഉണ്ട്. അത്ര അങ്ങനെ അത് ചിന്തിക്കൂ കേട്ടോ. അപ്പൊ ഈ മുളകിൽ നമ്മൾ എണ്ണ ഇടുമ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒരു പ്രത്യേകതരം തണുത്ത ഒരു അവസ്ഥയിലേക്ക് വരും. അതിനകത്ത് ചൂടാണെങ്കിൽ ഈ ചെവിയുടെ ഡൈഫ്രം പൊട്ടിപ്പോകൂല. എന്തീ പറഞ്ഞത്? നിങ്ങൾ അങ്ങനെ നിങ്ങൾ അത് അതല്ലെങ്കിൽ നിങ്ങൾ അറിയാവുന്ന പോലെ നിങ്ങൾ കെമിക്കലിനെ കുറിച്ച് പഠിക്കും, അല്ലെങ്കിൽ നെറ്റിൽ വരുതു. എല്ലാ നെറ്റിലും നോക്കരുത്. ഇതിനകത്ത് വ്യത്യസ്തമായ സയന്റിസ്റ്റുകളുടെ അഭിപ്രായങ്ങളുണ്ട്, വ്യത്യാസങ്ങൾ പലതും പലതാണ്. അപ്പൊ അതുകൊണ്ട് ഈ ചെവിയിൽ എണ്ണ ഒഴിക്കുന്നതിന് പകരം ആദ്യം തന്നെ നമ്മൾ മുളക് എടുക്കുന്നു, അതിന്റെ അരിയെല്ലാം എടുത്ത് കളയുന്നു, അതിന്റെ എണ്ണ അതിനകത്ത് നിറച്ച് ഒന്ന് വിളക്കത്തോ എവിടെയെങ്കിലും ചൂടാക്കിയിട്ട് വീണ്ടും അതിനെ അത് ആറി തണുക്കുമ്പോൾ ചെവിയിൽ ഒഴിക്കുന്നു. അപ്പോ എന്ത് സംഭവിക്കുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെവിയിൽ മുഴുവനും ഒരു ലുബ്രിക്കേറ്റിംഗ് പിടിപെടും. അങ്ങനെ ലുബ്രിക്കേറ്റിംഗ് പിടിപെടണമെങ്കിൽ ചെവിയിൽ അകത്ത് കിടക്കുന്ന ഒരു തരം ചെവിക്കായുണ്ട്, അതിന് പ്രത്യേകതരം ഒരു മണമുള്ളത് കൊണ്ടാണ് എന്തോ ഭക്ഷണ സാധനം ചെവിയുടെ ഉള്ളിലുണ്ടെന്ന് പറഞ്ഞ് ഈ ഉറുമ്പ് കിടക്കണത്. അപ്പൊ ഈ ചെവിയിൽ ഇത് ഇട്ട് കഴിയുമ്പോഴേക്കും പറ്റിപ്പിടിച്ചിരിക്കുന്ന ഭാഗങ്ങളെല്ലാം ഈ എണ്ണയുടെ ലുബ്രിക്കേറ്റിംഗ് കൊണ്ട് അത് പോരും. പിന്നെ ഒരു ചെവി തോണ്ടി എടുത്ത് നമുക്ക് അതിനെ വലിച്ചെടുക്കാനുള്ളൂ ചെവിയിൽ നിന്ന്. ഇതാണ് അവിടെ സംഭവിക്കണത്. ഇനി നിങ്ങൾ ഏതെങ്കിലും ഒരെണ്ണം കൂടി പറ. 49 പേരുണ്ട്. എല്ലാവരും നിശബ്ദമാണ്. ഓലമടല് ഈ പണ്ടൊക്കെ ഓലമടല് കമത്തി ഇടുമായിരുന്നു. ഈ ഓല വെട്ടുന്ന ഈ തെങ്ങും തോപ്പിൽ ഓല കമത്തിയായിരുന്നു. ഇപ്പോഴാണ് അത് ചെയ്തിരുന്നത് മേയാൻ വേണ്ടിയിട്ട്. കുറച്ചു ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഓല എടുത്തുകൊണ്ട് പോയിട്ട് വെള്ളത്തിലിട്ട് പൂത്ത് ഓല മടന്നൊക്കെ എടുക്കുന്നത്. അന്നേരം അത് ഈ ഉണങ്ങാതിരിക്കാൻ വേണ്ടിയായിരുന്നു അവരിത് ചെയ്തിരുന്നത് എന്നിപ്പോ മനസ്സിലായി. അത് ഉണങ്ങാതിരിക്കാൻ വേണ്ടിയാണ്. എനിക്ക് അതുപോലെ തന്നെ ഈ പിന്നെ നമ്മുടെ ഈ വട്ടച്ചൊറി ഉണ്ടല്ലോ, വട്ടച്ചൊറി ഒരു ഭാഗത്തുനിന്ന് മാത്രമായിട്ട് കുറച്ച് റൗണ്ടില് ഈ രോമം പൊഴിഞ്ഞു പോകുന്നത്. അതിന് ഈ ആവലിന്റെ ഇല കൊണ്ടുവന്നിട്ട്, പിന്നെ കുമ്പളപ്പക്കയുടെ വാടകയായിരിക്കും ആവലിന്റെ ഇലയ്ക്ക്, അത് കൊണ്ടുവന്നിട്ട് ഇടിച്ചല്ല നല്ലോണം അരച്ചതിന് ശേഷം ആ വട്ടച്ചൊറിയുടെ ഭാഗത്ത് മാത്രം തേച്ച് പിടിപ്പിക്കും. 2-3 മിനിറ്റ് കഴിയുമ്പോൾ നല്ല നീറ്റൽ വരും. നീറ്റൽ വരുമ്പം ഇത് തുടച്ച് കളഞ്ഞതിന് ശേഷം അവിടെ നെയ് വരട്ടും. അവിടെ രോമം കിളിച്ചായിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതിനകത്തുള്ള കുഴപ്പമെന്ന് പറഞ്ഞാലേ ഈ വട്ടച്ചൊറിയുടെ ഭാഗം അല്ലാത്ത ഭാഗത്തുനിന്ന് അല്പം കയറി അല്പം കൂടെ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി ഈ കുഴമ്പ് പറ്റിയാല് പിന്നീട് അവിടെ വരുന്ന മുടി നരച്ചതായിരിക്കും. അത് അനുഭവമുള്ള കാര്യം. ആവല് ഭയങ്കര തണുപ്പാണ്. ശരിക്കും ഇത് ആവല ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് നമ്മുടെ പാലക്കാടാണ്. എന്താ പാലക്കാട് ഉണ്ടാകാനുള്ള ഒരു കാരണം? അവിടെ ചൂടാണ്, പ്രകൃതി തണുപ്പ് കൊടുക്കുക. ഇപ്പൊ ആവലിന്റെ ഇല മോരിൽ അരച്ച് കഴിച്ചാൽ എന്ത് സംഭവിക്കും? പൈൽസ് മാറും. പൈൽസ്, രക്താർശഫ്, ആർത്തവം, അമിതാർത്തവം, ഇതൊക്കെ മാറിക്കിട്ടും. ശരി. അതുപോലെ തന്നെ നമ്മുടെ ഇന്റേണൽ പൈൽസ് ഉണ്ടല്ലോ, ഇന്റേണൽ പൈൽസ് മൂട് അരയ്ക്കുന്ന ഒരു വലിയൊരു ബുദ്ധിമുട്ടാണ് ചിലപ്പോ. ഇങ്ങനെ ആ മൂട് അരയ്ക്കുന്നതിന് ഒരു 30 സെക്കൻഡ് കൊണ്ട് മാറുന്ന ഒരു പിന്നെ ഇതുണ്ട്, ഇരിക്കുന്ന ഒരു പരിപാടി. കാല് പൊക്കി വെച്ച് കസേര ഇരുന്നുകൊണ്ട് കാല് നല്ല ഹൈറ്റിൽ പൊക്കി വെച്ചാൽ ഒരു 30 സെക്കൻഡ് കൊണ്ട് ആ വേദന മാറി കിട്ടും. അല്ല, അത് അനുഭവം ഉള്ളതാ. അന്നേരം മരുന്ന് കഴിക്കാനും ഗുളിക കഴിക്കാനും ഒക്കെ ഓരോരുത്തർ വന്നിട്ട് അരിഷ്ടം വേണം, അരിഷ്ടം കുടിക്കുന്നതല്ല എന്നൊക്കെ പറയുന്നത്. എങ്കിലും ഈ കാല് ഒരു വി ഷേപ്പിൽ കാല് നല്ലോണം ഉയർത്തി വെച്ചാൽ ഒരു 30 സെക്കൻഡ് 1, 2, 30 വരെ എണ്ണുന്നതിനകം വേദന മാറിയിരിക്കും.
വളരെ അനുഭവം. യെസ്. നമസ്തേ അനിൽജി, ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. ഞാൻ ക്ലാസ് ഇല്ലെന്നാ കണ്ടത്, ഞാൻ ഇപ്പൊ ജോയിൻ ചെയ്തതേ ഉള്ളൂ. ഈ പച്ചമുളക് കഴിക്കുമ്പം പക്ഷെ നന്നായിട്ട് വേർക്കുന്നുണ്ടല്ലോ, ഭയങ്കര തണുപ്പായിരിക്കാം, പക്ഷെ വേർക്കുന്ന എന്തുകൊണ്ടായിരിക്കും? നമുക്ക് ഭയങ്കര ശരീരം ചൂട് പിടിക്കുന്നുണ്ടല്ലോ അന്നേരം, അതെന്തുകൊണ്ടാണ് അനിൽജി? നമ്മുടെ ശരീരത്തിൽ ചൂട് പിടിക്കുമ്പോൾ വേർപ്പുണ്ടാവില്ല. സത്യത്തിൽ അതാണ് സംഭവം. വേർക്കണത് രണ്ട് രീതിയിൽ വേർക്കും. ഒന്ന്, ശരീരത്തിന് വെയിൽ കൂടുമ്പോൾ നമ്മുടെ സ്കിന്നിന്, ത്വക്കിന് പൊള്ളലേൽക്കരുത് എന്നുള്ള രീതിയിൽ ശരീരം ജലം എടുത്ത് നമ്മുടെ ദേഹത്ത് പുരട്ടും. അത്തരം ഒരു വേർപ്പുണ്ട്. മുളക് കഴിക്കുമ്പോഴും എന്താണ് സംഭവിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അതിശക്തമായ തണുപ്പാണ് നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നത്. ആ കാരണം കൊണ്ടും വേർക്കും. ഈ മുളക് 100% നിങ്ങൾ ഉറപ്പിക്കൂ. കാര്യം നിങ്ങളോട് ഇത് പറഞ്ഞ് മനസ്സിലാക്കുക കഷ്ടപ്പാടാണ്. ഇപ്പൊ കൊടുവേലിയുടെ പേര് ചൂടാണോ തണുപ്പാണോ? ദേഹം മുഴുവൻ പൊള്ളുന്നുണ്ട്. അതിന്റെ അർത്ഥം ആ കൊടുവേലി തണുപ്പാണ്. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ചെറുനാരങ്ങ ചൂടാണോ തണുപ്പാണോ? തണുപ്പാണ്. അതിനെ ഒരു മുട്ടയിലേക്ക് പിഴിഞ്ഞിട്ട് ഒരു മുട്ട അതിനകത്ത് കിட்ட എന്ത് സംഭവിക്കും? പിറ്റേ ദിവസം മുട്ട അവിടെ ഉണ്ടാകില്ല. 24 മണിക്കൂർ കഴിഞ്ഞാൽ മുട്ട അവിടെ ഉണ്ടാകില്ല. എന്ന് കരുതി ചെറുനാരങ്ങ ചൂടെന്ന് പറയാൻ പറ്റുമോ? അനിൽജി ഈ പറഞ്ഞ സെയിം മരുന്ന് എന്റെ അമ്മയ്ക്ക് കല്ലിന്റെ അസുഖം വന്നപ്പം ഈ ചെറുനാരങ്ങ മുട്ടയ്ക്കകത്ത് അടിച്ച് പിറ്റേ ദിവസം കുടിച്ച് കല്ലിന് വേണ്ടിയിട്ട് ഒരു ആയുർവേദ ഡോക്ടർ കൊടുത്തിട്ടുണ്ട്. അത് ചെയ്യാവുന്നൊരു കാര്യമാണ്. പക്ഷെ ഈ പച്ചമുളക് ഒരുപാട് കഴിക്കുമ്പോഴും നമുക്ക് ശരീരത്തിൽ അത് പറ്റത്തില്ലല്ലോ. അപ്പൊ അതിനൊപ്പം മിതത്വം ആവശ്യമില്ല. എങ്ങനെ അത് കഴിക്കേണ്ട രീതി ഉണ്ടോ? അപ്പൊ അങ്ങനെ എങ്ങനെ? അതാണ് സംഭവം. പച്ചമുളക് എന്താണെങ്കിലും തണുപ്പാണ്, ഇതൊക്കെ സത്യം തന്നെയാണ്, ഇതില്ലാന്ന് പറയല്ല. പക്ഷെ അത് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അതിനെ ഏറെ കഴിക്കാനായിട്ടൊന്നും ഉള്ള കഴിവൊന്നും, അല്ലെങ്കിൽ അത്രയും തണുപ്പ് താങ്ങാനുള്ളതോ പവർ താങ്ങാനുള്ള ഒരു പ്രത്യേകത ആസിഡ് ആയതുകൊണ്ട് അതിനകത്ത് ഈ മുളകിൽ സൾഫറിക് ആസിഡ് ആണ്, അറിയാലോ. ആസിഡ് എങ്ങനെ അത് കെമിക്കൽ ഫെർമെന്റേഷൻ ചെയ്ത എന്തിൽ നിന്നാണ് ആസിഡ് എടുക്കുന്നതെന്ന് അറിയാവോ? ഇല്ല. മുളകിൽ നിന്ന് തന്നെയാണ്. നമ്മുടെ മുളകല്ലെന്ന് മാത്രം. കരണംപൊട്ടി എന്ന് പറഞ്ഞൊരു മുളകുണ്ട് അമേരിക്കയിലൊക്കെ. അത് നല്ല രീതിയിൽ കൃഷി ചെയ്തിട്ടാണ് അതിന്റെ എസൻസ് ആണ് ആസിഡായിട്ട് വരുന്നത് നമുക്ക്. എങ്ങനെയാണ് ആസിഡ് ഉണ്ടാക്കണമെന്നാ നിങ്ങൾ വിചാരിക്കുന്നത്? എന്തിനും ഒരു കെമിക്കൽ ഫെർമെന്റേഷൻ ചെയ്തിട്ടാണല്ലോ എന്ത് വസ്തു ഉണ്ടാക്കണത്. എന്തായിരിക്കും നിങ്ങൾ കാണുന്നത്, ഉദ്ദേശിക്കുന്നത്? അത് ചെയ്യാനുള്ള ആദ്യ ഒരു സംഭവം ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ് അൽജി. തീർച്ചയായിട്ടും അങ്ങനെ ചിന്തിച്ചാൽ മതി. അങ്ങനെ ചിന്തിക്കൂ. സാറ്, ഉണക്കമുളക് കഴിക്കുമ്പോൾ നമ്മള് ശരീരം ഡ്രൈ ആയി പോവല്ലേ ചെയ്യുന്നത്? ഉണക്കമുളക്, പച്ചമുളകല്ല, ഉണക്കമുളക്. അതെ, ഇല്ല എന്നൊന്നും പറയുന്നില്ല. 100% ഡ്രൈ ആവും. പക്ഷെ എന്തുകൊണ്ടാണ് ഡ്രൈ ആകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ആസിഡ് ഉള്ളതുകൊണ്ട് ഇതിനെ നിർവീര്യമാക്കാനായിട്ട് ശരീരത്തിൽ നിന്ന് ഏറെ ജലവും കൊഴുപ്പും നഷ്ടപ്പെടും. അതുകൊണ്ടാണ് നമ്മൾ ഡ്രൈ ആകണത്. അതെ, ഡ്രൈ ആവണത് കൊഴുപ്പ് നഷ്ടപ്പെടാണ്ടല്ലേ. പിന്നെ അതെ. അനിൽജി, മുളക് ഉപയോഗിക്കുമ്പോഴേ മുളകിനുള്ളിൽ അരി കളയണമെന്നുണ്ടോ? പല വോയിസുകളിലും അനിൽജി പറയുമ്പോൾ ഈ മുളകിന്റെ അരി കളഞ്ഞിട്ട് ഉപയോഗിക്കാമെന്ന് കേട്ടിട്ടുണ്ട്. അത് ദഹിക്കില്ല. അതിനകത്ത് അടങ്ങിയിരിക്കുന്ന ആസിഡ് അതിലും വലിയ കഷ്ടമാണ്. അത് ദഹിക്കാതെ ഈ ആമാശയം മുതൽ, കണ്ടനാളം മുതൽ ആമാശയം മുതൽ അങ്ങേയറ്റം ഗുദഭാഗം വരെ എത്തുമ്പോഴേക്കും ഏകദേശം നമ്മൾക്ക് പൈൽസ് പിടിപെട്ടിരിക്കും. അല്ലെങ്കിൽ അത്രയും രക്തം നഷ്ടപ്പെടും. കണ്ണിൽ മുളക് പോയ അതേ അവസ്ഥ തന്നെ അത് ശരീരത്തിലുണ്ടാവും. പറയോ? ഇംഗ്ലീഷില് എരിവിനെ ഹോട്ട് എന്നാണ് പറയണത്. അവര്
അല്ല നമ്മൾ അത്ര അവര് ചിന്തിക്കുന്നില്ല. നമ്മളെ എരിവെന്ന് അതിനെ വിളിക്കണത്, ചൂടിനെ ചൂടെന്നാ വിളിക്കണത്, പുകച്ചലിനെ വേറൊരവസ്ഥ പറയണത്, ആവിനെ വേറൊരവസ്ഥ പറയണത്. എല്ലാത്തിനും നമുക്ക് പേരുകൾ പലതാണ്. അല്ല, അതിന്റെ കാര്യം ഇംഗ്ലീഷിൽ 26 അക്ഷരേ ഉള്ളൂ. അന്നേരം അതിന്റെ വാക്കുകൾ കുറഞ്ഞിരിക്കും. മലയാളത്തിൽ അനുജി ഒരു കാര്യം കൂടി, ഈ നമസ്തേ സർ. നമസ്തേ സർ, ഞാൻ നേരത്തെ പറയാൻ ശ്രമിച്ചതായിരുന്നു, നമ്മുടെ ഈ തെങ്ങിന്റെ ഇളം പട്ടേന് പഴയ കാലത്ത് അതിലെ കലരിൽ ചുടും, എന്നിട്ട് പിഴിഞ്ഞ നീര് കൽക്കണ്ടം ചേർത്ത് കൊടുത്ത കുട്ടികളിൽ കാണുന്ന നെഫ്രോട്ടിക് സിൻഡ്രം അല്ലെങ്കിൽ കിഡ്നി പ്രോബ്ലംസ് മാറാൻ അമ്മമാർ അന്ന് ചെയ്തിരുന്ന ഒരു ചികിത്സാ രീതിയായിരുന്നു. പട്ട, ചെറിയ പട്ട, ഇളം പട്ട എടുത്ത് ചുട്ട് നീര് പിടിഞ്ഞെടുത്ത് കൽക്കണ്ടുമായി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമായിരുന്നു. അത് അവര് കുഞ്ഞുങ്ങളുടെ മൂത്രം ഒബ്സർവ് ചെയ്തിട്ട് തന്നെയാണ് ഈ കണ്ടീഷൻ മനസ്സിലാക്കുന്നത്. കിഡ്നി പ്രോബ്ലം ഉണ്ടെന്ന് നേരത്തെ അവർ മനസ്സിലാക്കുന്നത് അങ്ങനെയായിരുന്നു. അതിനെ കുറിച്ച് ഒന്ന് പറയാമോ? വിനോദ, ഞാൻ ഒന്നും കൂടി പറയൂ. ഒരു ചോദ്യമായിട്ട് എനിക്ക് തോന്നിയില്ല, പറയോ? വേറെന്തോ ഒരു പറയോ, ഒന്നും കൂടി പറയൂ. തെങ്ങിന്റെ ഇളം മടല് അതിന് കനലിൽ വാട്ടി പിഴിഞ്ഞ നീരെടുത്തിട്ട് കൽക്കണ്ടം ചേർത്ത് കൊടുക്കും കുട്ടികൾക്ക്. കിഡ്നി പ്രോബ്ലംസ്, കുട്ടികൾക്ക് റീനൽ പ്രോബ്ലംസ് കുട്ടികളിലും കാണുന്നുണ്ടല്ലോ. കുട്ടികളുടെ യൂറിൻ നോക്കുന്നത് കണ്ട് ഒബ്സർവ് ചെയ്തിട്ടാണ് ഉടനെ ചെയ്യുന്നത്. മറിച്ചൊന്നും ചിന്തിച്ച് നിൽക്കാറില്ല. ഇളം പട്ടയുടെ നീര്, അതിനെ കുറിച്ച് അഡീഷണൽ എന്തെങ്കിലും അറിയാമോ സാറ്? പറയാമോ? അത് രണ്ട് കാര്യങ്ങളാണ്. അത് പച്ചപ്പട്ടയുടെ നീരല്ല അവിടെ കൊടുക്കണത്. പഴുത്ത് നന്നായിട്ട് പഴുത്ത് അതിന്റെ നിറം മാറുമ്പോഴാണ് കൊടുക്കുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇല്ല, പച്ചയുടെ നീര് അത്ര ഗുണം ചെയ്യില്ല. അത് വാടി അത് പഴുത്ത് വാടുമ്പോൾ ഇതിന്റെ നീരിന് ഫെർമെന്റേഷൻ സംഭവിക്കും. അതൊരു ആസിഡായിട്ട് മാറും. വിനോദ, അതിനകത്തുള്ള അത് കണ്ടുപിടിച്ചവന്റെ ബുദ്ധി ഒന്ന് ചിന്തിക്കുന്നുണ്ട്, അവന്റെ കഴിവ് ചിന്തിച്ചിട്ടുണ്ടോ? വിനോദക്ക് അത് മനസ്സിലായോ എന്ന് എനിക്കറിയില്ല. വിനോദ, നമ്മളൊരു ചേമ്പിന്റെ താള് എടുത്ത് അന്നത്തേക്ക് കറി വെച്ചില്ല, 2 ദിവസം കറി വെച്ചില്ല, 4ാമത്തെ ദിവസം ഇതിന് പഴുത്ത് മഞ്ഞ കളറാകും, ഇല്ലേ? ഇതിന്റെ ഈ തണ്ടിന് മഞ്ഞ കളറാകുമ്പോൾ അതിന് ഉള്ളിൽ നമ്മൾ വൈൻ ഇട്ട് മുന്തിരിയുടെ വൈൻ ഇട്ട് വെക്കുന്ന പോലെ തന്നെ ഒരു ഫെർമെന്റേഷൻ അത് സംഭവിക്കണ്ടല്ലോ ഇപ്പൊ അതിന്റെ ഉള്ളിലെ ജലത്തില്. അപ്പൊ ഈ തെങ്ങിന്റെ മടലിലും അടങ്ങിയിരിക്കുന്ന എന്താണ്, കരിക്കും വെള്ളം പോലെ ഒരു ജലാംശം, കരിക്കിന് തുല്യമായ ഒരു ജലാംശം ഈ പഴുത്ത മടലില്, പച്ച മടലിലുണ്ടാവും. അത് പഴുക്കുമ്പോൾ സൂര്യന്റെ തപം കൊണ്ട് അത് ഒരു പ്രത്യേകതരം ആസിഡായിട്ട് മാറും. അത് ഭയങ്കര പുളിപ്പായിരിക്കും അതിന്. ആ പുളിപ്പ് നമ്മൾ എന്തെങ്കിലും വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ കുട്ടികളുടെ കഫം തന്നെ അലിയും. അവിടെ കഫത്തിനെ അലിയിച്ച് കളയാണ് ചെയ്യുന്നത്. അതാണ് അതിന്റെ ജൈവ ഫെർമെന്റേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കിണ്ണനം എന്ന് പറയുന്നത്. അനുജി ഒരു ഡൗട്ട് കൂടി, ഈ പച്ചമുളക് ഉഷ്ണ സ്വഭാവം ഉള്ളതെന്നാ വിചാരിച്ചിരുന്നത്. അപ്പൊ ഇപ്പൊ തണുപ്പാന്ന് മനസ്സിലായി. അപ്പൊ ഈ ഉഷ്ണ സ്വഭാവം ഉള്ളവയെ എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? ഉഷ്ണ സ്വഭാവം ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഇത് തണുപ്പാണെങ്കിൽ പോലും ഇതിന്റെ ഫലം നേരെ മറിച്ചാണ്. കാര്യം നമ്മളുടെ ശരീരത്തിലെ കൊഴുപ്പിനെ മുഴുവൻ ഇല്ലാതാക്കും. കൊഴുപ്പിനെ ഇല്ലാതാക്കും എന്ന് പറഞ്ഞപ്പോൾ ആ എല്ലിലെ മജ്ജേന വരെ ഇവന്റെ അതിശക്തമായ ആസിഡിന്റെ പവർ കൊണ്ട് അത് ഇല്ലാതാകുകയാണ് ചെയ്യുന്നത്. ഇത് കഴിക്കാം. എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വല്ല കാശ്മീരിൽ എവിടെയെങ്കിലൊക്കെ പോകുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇത് ഗുണം ചെയ്തേക്കും. അത് 100% അതിനകത്ത് അടങ്ങിയിരിക്കുന്ന ആസിഡിന്റെ ഗുണമൊന്നും മനസ്സിലാക്കിയാൽ മതി. തണുപ്പാണ്. ഞാനൊരു ഉദാഹരണം ഒരു കാര്യം പറഞ്ഞുതരാം. നമ്മള് ഈ കാശ്മീരിൽ ഒരു സ്കെൽറ്റനും പോവുക, നല്ല തടിമാടനും പോവുക, നല്ല കൊഴുപ്പുള്ളവരും പോവുക, അവിടെ ജീവിക്കുന്നത് ആരായിരിക്കും?
തടിയുള്ളവനാണ്, കൊഴുപ്പുള്ളവനാ ജീവിക്കുള്ളൂ. കാര്യം ഓരോ ദിവസവും കറയും തോറും ഈ തടിയുള്ളവൻ എന്ത് സംഭവിക്കും? കാശ്മീരിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പ് എടുത്തു പോയിക്കൊണ്ടേയിരിക്കും, ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടും. നല്ല മഞ്ഞുകാലത്ത് നമ്മളുടെ ശരീരത്തിലെ കൊഴുപ്പ് നഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ? നഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ നമ്മുടെ ശരീരം കൈകൊണ്ടൊന്ന് മാന്തുമ്പോൾ വെളുത്ത പാടുണ്ടാവുന്നത്, അല്ലേ? അതെ. ആ, വേനൽക്കാലത്ത് ഇപ്പൊ കയ്യിലെല്ലാവരും ഒന്ന് മാന്തി നോക്കിയേ, വെളുത്ത പാട് തന്നെ ഉണ്ടോ? ഇല്ല. ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യൂ. എന്നിട്ട് എല്ലാവരും ഇത് കാര്യം നല്ല വേനൽക്കാലത്ത് നമ്മളുടെ ശരീരത്തിൽ കൊഴുപ്പ് ആവശ്യമില്ല, ഉള്ള കൊഴുപ്പ് പുറത്ത് കിടക്കുകയാണ്. മഞ്ഞുകാലത്ത് എന്ത് സംഭവിക്കും? നമ്മൾ ഈ കൊഴുപ്പില്ലെങ്കിൽ നമ്മൾ വെളിച്ചെണ്ണ, എണ്ണ, നെയ്യും അതൊക്കെ തേക്കും, അല്ലേ? അപ്പൊ തണുപ്പ് നമ്മളുടെ എന്തിനില്ലാതാക്കുന്നത്? കൊഴുപ്പിനില്ലാതാക്കും. അപ്പൊ ഈ അതിശക്തമായ തണുപ്പ് എന്ന് പറയുന്ന മുളക് നമ്മുടെ ശരീരത്തിൽ ചെല്ലുമ്പോൾ എന്ത് സംഭവിക്കുന്നു? കൊഴുപ്പ് നഷ്ടപ്പെടുന്നു, അത്ര തന്നെ. അതിനപ്പുറം കൂടുതൽ ചിന്തിക്കണ്ട. ആരോ ഹാൻഡ് റൈസ് കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. തീർന്നു നമ്മള് ഇന്ന്. എന്നാലും പോലും ഒരു പുതിയൊരു അറിവൊന്നും എനിക്ക് കിട്ടിയില്ല. ഞാൻ വിചാരിച്ച് നമ്മളുടെ ഈ ഇരിക്കുന്ന 45 ബാക്കിയുള്ളവരും കൂടി ചേർന്നിട്ട് ഗ്രൂപ്പിൽ നിന്ന് കാളരാത്രി അല്ലെങ്കിൽ ശിവരാത്രി ആയി മാറും എന്നൊക്കെ ഞാൻ മനസ്സുകൊണ്ട് വിചാരിച്ചു. എവിടെ പൊളിഞ്ഞുപോയി. അനിൽജി, നേരത്തെ ഒരു പറഞ്ഞായിരുന്നല്ലോ, ഈ മുടി വട്ടത്തിൽ പോകുന്നത്, താടിയും മുടിയെന്നൊക്കെ പോകുന്നത്, അതിന് ഇഞ്ചി നീര് ഒരു 1-2 പ്രാവശ്യം ആക്കിയാൽ തന്നെ അത് മാറിയിട്ടുണ്ട്, അനുഭവമാണ്. താടിയിലൊക്കെ വട്ടത്തിൽ പോകുന്നത് കുറച്ച് ഇഞ്ചി കുത്തിപ്പോയി അതിന്റെ നീരെടുത്തിട്ട് പുരട്ടി കൊടുത്തു കഴിഞ്ഞാല് ഞാൻ 1-2 പ്രാവശ്യം ചെയ്യുമ്പോഴേക്ക് തന്നെ പിന്നെ അത് കുറച്ച് ദിവസം കഴിയുമ്പോഴേക്ക് മുടി കിളിർത്തു വരും. അനിൽജി, അതുപോലെ ഉള്ളിയുടെ നീരും അത് നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്. ഈ അലോപേഷ്യ ഏരിയേറ്റ എന്ന് പറഞ്ഞ ഒരു സൈസ് സിൻഡ്രോം ആണല്ലോ അത്. അപ്പൊ അതിന്റെ ഈ ഉള്ളിയുടെ നീരും ഈ പറഞ്ഞ പോലെ ഫലവത്താണെന്ന് കേട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും രണ്ട് ഫലം ചെയ്യും. കൊടുവേലിയുടെ നീര് വെച്ച് പൊള്ളിച്ചാലും ഈ ഇതേ പ്രോസസ് ചെയ്യും. അതെ. എനിക്കത് ഈ രോമം വരുന്ന ഹോളുകൾ അടയുകയല്ലേ പിന്നെ അത് ചെയ്യുന്ന അവിടെ. അന്നേരം ആ പാട മാറ്റുന്ന ഏത് മരുന്ന് ചെയ്താലും മതി. അതെ. വേർപ്പ് ഗ്രന്ഥിനെ തുറക്കാനുള്ളത് ഇഞ്ചി അല്ലേ? തീർച്ചയായിട്ടും. ഒരേ സമയത്ത് തന്നെ രണ്ട് രീതിയിൽ നിങ്ങൾ ചിന്തിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. കൊണ്ടാണോ? പിന്നെ ഉള്ളിനീരും അപ്പോ ഇത് തുറക്കണ്ട വേർപ്പ് ഗ്രന്ഥിനെ? ഉള്ളിനീര് യഥാർത്ഥത്തിൽ വേർപ്പ് ഗ്രന്ഥിയെ തുറക്കല്ല ചെയ്യണത്. ഇഞ്ചി യഥാർത്ഥത്തിൽ തണുപ്പാണ്. മുടി വട്ടത്തിൽ കൊഴിയുന്നതിന് സവാളയാണ് കുറച്ചും കൂടി നല്ലത്, ഇഞ്ചിയിലും നല്ലത്. ഈ തേരകത്തിന്റെ ഇല പറിച്ച് തേക്കുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. ആടലോടത്തിന്റെ ഇല തേച്ചാലും ആവലിന്റെ ഇല തേച്ചാലും ഇതൊക്കെ തന്നെ സംഭവിച്ചിട്ടുള്ളൂ. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ഒരു തണുപ്പ് എന്ന ഒരു പ്രതിഭാസമാണ്. നിങ്ങൾ കാശ്മീരിൽ പോയിട്ട് 10 ദിവസം ജീവിക്കുക, ഈ മുടി വട്ടത്തിൽ കൊഴിയണമെന്ന് ഇല്ലാണ്ടാവും. ഈ തേരകത്തിന്റെ ഇല സംഭവിക്കാം. എനിക്കൊക്കെ തിന്നാനായിട്ട് ഗ്രൂപ്പിലൂടെ ഒക്കെ പറഞ്ഞാൽ എന്താകും ഗ്രൂപ്പിന്റെ അവസ്ഥയെന്ന് നമുക്കറിയില്ല. കാര്യം നാളെ നിവേദ്യം, കൂട്ടുപായസം, പാൽപ്പായസം, പരതാമസത്തിന് പാല് കാച്ചിട്ടുണ്ടെങ്കിൽ അത് വിഷമാവും എന്നൊക്കെ പുതിയ കണ്ടുപിടുത്തങ്ങൾ വരും. ഈ ഹോട്ടൽ മാനേജ്മെന്റ് പാസ്സായവർക്ക് അടുത്ത് പാചകം പറ്റും. ഈ കഷണ്ടി ഉള്ളവർക്ക് അപ്പൊ ഇഞ്ചി തലയിൽ പറ്റി കഴിഞ്ഞാല് അത് ഹോളുകൾ തുറന്ന് അതില് മുടികൾ വരില്ലേ? വരും, ഇല്ല എന്നൊന്നും നമ്മൾ പറയുന്നില്ല. പക്ഷെ അത് ഒരു തുള്ളി കണ്ണി പോയാൽ എന്ത് സംഭവിക്കും? ഇഞ്ചിയുടെ നീര് കണ്ണി പോകാൻ പറ്റില്ല. ഇഞ്ചി പിന്നെ ഇത് ആരെങ്കിലും വരട്ടും കണ്ണി പോകും.
ശിവകൃഷ്ണ ഗ്രൂപ്പ് മിക്കവാറും അഡ്മിന്മാര് വെള്ളത്തിലാവും. കണ്ണിപ്പോയാലും കുഴപ്പമില്ല അനിൽജി, മുടി വരുമോന്ന് മാത്രം അറിഞ്ഞാൽ മതി. വരാൻ സാധ്യതയുണ്ട്. അന്നേരം വേർപ്പുരന്തികൾ തുറന്ന് വേർപ്പുരന്തികൾ അടയുന്ന പോലെ തന്നെ കഷ്ണി ഒരു അവസ്ഥ. അനിൽജി, മോന്റെ കാല് ഈ ഇടയ്ക്ക് ഒടിഞ്ഞായിരുന്നു. അപ്പം പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതൊരു 1 മാസം പ്ലാസ്റ്റർ ഇട്ടു. അപ്പൊ ഇപ്പൊ പ്ലാസ്റ്റർ അയച്ച് ഇപ്പൊ ആളെന്റെ കൂടെ ഉണ്ട്. അപ്പൊ ഞാൻ നോക്കുമ്പോൾ ഈ മറ്റേ കാലിനെക്കാട്ടില് ഈ പ്ലാസ്റ്റർ ഇട്ട കാലില് നല്ലോണം രോമം കിളിച്ചിട്ടുണ്ട്, നല്ല കറുത്ത രോമം. മറ്റേ കാലിന് മറ്റേ വളരെ കുറവാണ്. അപ്പൊ എന്തെങ്കിലും അതെന്താണ് അങ്ങനെ ഒരു നമ്മളപ്പോ അത് വായു ചെറിയൊരു ധാരകൾ വായു കയറാതെ ഇങ്ങനെ അടച്ചു വെച്ചിട്ട് നല്ല രോമം, അതായത് നല്ല രീതിയിൽ നല്ല കട്ടിയുള്ള രോമം. ആ പ്ലാസ്റ്ററിൽ ഇട്ട് വെച്ച ഘടകം എന്താണെന്നുള്ളത് നമ്മൾ അറിയേണ്ടി വരും. അതെ അതെ അതെ, പ്ലാസ്റ്റർ ഓഫ് പാരീസിന് അതാണ് അതിന്റെ പ്രത്യേകത. പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആണ് എന്റെ മനസ്സിലുള്ളത്. അതെ, അപ്പൊ അതിന്റെ പ്രത്യേകത ആയിരിക്കാം ഇല്ലേ അനുജി? അത് പ്രൊട്ടക്ട് ചെയ്ത് വെച്ചുകൊണ്ട് അങ്ങനെ വന്നതാവാം. അതിന്റെ തണുപ്പായിരിക്കാം. അതിന്റെ തണുപ്പിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ശരീരം അങ്ങനെ പ്രതികരിച്ചതാണ് ആയിരിക്കും അല്ലേ? അതായിരിക്കണം. അനിൽജി, നമ്മൾ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഈ മോളിക്യൂൾ വ്യത്യാസം എന്ന്. മോളിക്യൂൾ ചിലപ്പോൾ എല്ലാവർക്കും, ഞാൻ നിരീക്ഷിച്ചൊരു കാര്യം പറയാം. ഈ നമ്മൾ ഒരു പടുത്താളി ഇനത്തിൽപ്പെട്ട ഒരു സാധനമില്ലേ, ത്രികോണാകൃതിയിലുള്ള ഒരു ഇല, കടും പച്ച കളറുള്ള, അത് അത് താളിയായിട്ട് തലയിൽ തേക്കാൻ സാധാരണ ഉപയോഗിക്കല. അതിന് വേറെ ഉപയോഗങ്ങളുണ്ടെന്ന് അറിയില്ല. ഈ സാധനം കൈ കൊണ്ട് പിഴിഞ്ഞെടുത്തു കഴിഞ്ഞാല് കുറച്ച് കഴിയുമ്പോൾക്ക് ആ ജലം കട്ടയായിപ്പോകും. ഒരു അലുവ കഷ്ണം പോലെ വരും. നമ്മൾ അതേ സാധനം, അതെ പാടത്താളി, അത് തന്നെ പാടത്താളി. അപ്പൊ ഇതേ സാധനം മിക്സിയിലിട്ട് അടിച്ചെടുത്തു കഴിഞ്ഞാൽ ഈ ഒരു കൊഴുപ്പ്, ഒരു ഐസ് പോലെ ഇത് വരികയല്ല. അപ്പൊ എനിക്ക് തോന്നുന്നു ഇത് മോളിക്യൂൾ ചേഞ്ചിന്റെ വ്യത്യാസം. ഇതിങ്ങനെ ആരാ പറഞ്ഞത്? മിക്സിയിലിട്ട് നിങ്ങൾ അടിച്ചു നോക്കിയിട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞാൽ മിക്സി തുറന്നു നോക്കിക്കോ, അത് ആ കട്ട നല്ല കട്ട പിടിച്ചിട്ടുണ്ടാവും. അത് ഞാൻ അന്നേരം തന്നെ ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കും. മിക്സിയിലിട്ട് ഉപയോഗിച്ചാൽ അത് കണ്ടില്ല. 5 മിനിറ്റ് മതി, 5 മിനിറ്റിനുള്ളിൽ കട്ടയാവും. ഇതിന് വേറെ എന്തെങ്കിലും ഔഷധ ഗുണങ്ങളുണ്ടോ? ഇതിന് അടയാള സിദ്ധാന്ത പ്രകാരം അതൊരു നെർവസ് ആണെന്ന് തോന്നുന്നു. അതിനകത്ത് ഈ നല്ല വയറിളക്കം ഉണ്ടെങ്കിൽ, അതിശക്തമായ വയറിളക്കം ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ അല്പം എടുക്കാം, അടുത്ത് കഴിക്കാം, തെറ്റില്ല. പിന്നെ വൈറസ് എന്താണ് രക്താർശസ് ഉണ്ടെങ്കിലും അതുപോലെ തന്നെ മുടിയിൽ താളിയായിട്ട് പുരട്ടാതെ മുടി വളരും, നല്ല തണുപ്പാണ്. അതെ. ഈ കാലിലെ ഉപ്പൂറ്റി വേദനക്കുള്ള അനുഭവങ്ങൾ ആർക്കെങ്കിലും പങ്കുവെക്കാനുണ്ട്? എന്റെ അമ്മക്ക് ഇപ്പോഴും ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. കുറെ നേരം എഴുന്നേൽക്കുമ്പോൾ ഉപ്പൂറ്റി വേദന. ഇതിനുള്ള ഒരു ആർക്കെങ്കിലും എന്തെങ്കിലും അനുഭവങ്ങൾ പങ്കുവെക്കാനുണ്ടോ? എന്തെങ്കിലും ഔഷധം? അത് നേരത്തെ തന്നെ അനിൽജി പറഞ്ഞിട്ടുണ്ട്. ഈ ഓട് ചൂടാക്കിയിട്ട് അതിൽ ചവിട്ടി കഴിഞ്ഞു കഴിഞ്ഞാല് നല്ല ഗുണം ലഭിക്കുമെന്ന് നേരത്തെ അനിൽജി ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. അനുഭവമുള്ള ആരുമില്ല. പച്ചത്തേങ്ങയുടെ തൊണ്ട് കനലിൽ വെച്ച് പഴുപ്പിച്ചെടുത്ത് കാലിന്റെ ഉപ്പൂറ്റിയിൽ വെച്ച് കഴിഞ്ഞാല് പണ്ട് അച്ചാമ്മമാരൊക്കെ വേദന മാറ്റുന്നത് കണ്ടിട്ടുണ്ട്. ശരിയാണോ എന്ന് അറിയില്ല എനിക്ക്. അത് ശരിയാണ്. എങ്ങനെയെങ്കിലും ഉപ്പൂറ്റിയുമ്പോൾ ചൂടേറ്റാൽ മതി. ഒന്നും പറ്റിയില്ലെങ്കിൽ ഒരു തേങ്ങ, ഒരു കരിക്ക്, ഇതൊക്കെ അടുപ്പിൽ വെച്ച് ചൂടാക്കുക. കുറെ നേരം കഴിയുമ്പോൾ നല്ല രീതിയിൽ ചൂടാവും. അപ്പോഴും ഇതുപോലെ നമുക്ക് ചെയ്യാം. അല്ല അനിൽജി, ഇത് എനിക്ക് നേരിട്ട് അനുഭവം ഇല്ല എങ്കിൽ പോലും എന്റെ വീട്ടിൽ വന്നുകൊണ്ടിരുന്ന മെയ്ഡിന് ഞാനിത് പറഞ്ഞു കൊടുത്ത് അവര് ചെയ്ത് നല്ല രീതിയിൽ, കാരണം എനിക്ക് ഉപ്പൂറ്റിക്ക് വേദന ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അനുഭവം വന്നില്ല. ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്ത് അവർക്ക് നല്ല രീതിയിൽ കുറവ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനത് പങ്കുവെച്ചത്. ഈ ഓടിന്റെ കഷ്ണം ചൂടാക്കി വെച്ച്. അനിൽജി ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു മുമ്പ് ഇതിനെ പറ്റിയിട്ട്. അപ്പോ അനിൽജി പറഞ്ഞു തന്നത് എനിക്ക് അഗ്നിഹോത്രം ചെയ്യുമ്പോൾ അതിന്റെ പലകയിൽ കാല് വെച്ചിട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് നല്ല വ്യത്യാസം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഓ, നല്ലത്.
ഏകദേശം നമ്മുടെ സമയമായി കൊണ്ടിരിക്കുന്നു. ഞാനായിട്ട് ഇനി സംസാരിക്കുന്നില്ല. അനിൽജി ഒരു സംശയം ചോദിച്ചോട്ടെ, ഞാൻ എനിക്ക് വളരെ കാലമായിട്ട് ഉള്ളതാ. അതായത് നമ്മുടെ തണുപ്പ് പ്രദേശങ്ങളിലാണെങ്കിലും തണുപ്പുള്ള സമയത്ത് നമ്മൾ ശരീരത്തിന്റെ ബാക്കിയുള്ള സ്ഥലങ്ങളെല്ലാം കവർ ചെയ്യും, മുഖം ഒഴിച്ച് ബാക്കിയെല്ലാം. മുഖത്തിന് ശരീരത്തിന്റെ മറ്റ് സ്ഥലങ്ങളെ അപേക്ഷിച്ച് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടായിട്ടാണോ അതോ എന്തുകൊണ്ടാണ്? നമുക്ക് എത്ര തണുപ്പാണെങ്കിലും ഈ ചെള്ളയ്ക്ക് അല്ലെങ്കിൽ നെറ്റി ആ ഭാഗങ്ങളിലൊന്നും തണുപ്പ് അധികം ഏൽക്കാറില്ല. ശരീരത്തിന്റെ മറ്റ് സ്ഥലങ്ങൾ നമ്മൾ കവർ ചെയ്യാറുണ്ട്. അതെന്തെങ്കിലും അങ്ങനെ അവിടുത്തെ പ്രത്യേകത കൊണ്ടാണോ എന്നൊരു സംശയമുണ്ട്. പക്ഷെ പലരും വ്യത്യസ്തമായതാണ്. മൂടി പൊതിച്ച് ആകെ പൊതിച്ച് മൂടി കിടക്കുന്ന ആൾക്കാരുണ്ട്, തല മൂടാത്ത ആൾക്കാരുണ്ട്. അത് ഈ ശ്വാസത്തിന്റെ എന്താണ് ശ്വാസം എടുക്കാനുള്ള കുറച്ച് കഴിവുള്ള ആൾക്കാരാണ് ഈ തല മൂടാതിരിക്കണുള്ളൂ. ബാക്കി ഒട്ടുമിക്ക ആൾക്കാർ ആകെ മൂടി കിടക്കാറുണ്ട്. കണ്ണൊഴിച്ച് ബാക്കി എല്ലാ സ്ഥലം മൂടേണ്ടി വരും. അനുഭവം പറയാം. കണ്ണ് നല്ല ഒരു 10-35 ഡിഗ്രി 36 -36 പോയി കഴിഞ്ഞു കഴിഞ്ഞാല് കണ്ണൊഴിച്ച് ബാക്കിയൊക്കെ മൂടേണ്ടി വരും. കണ്ണിന് ഒരു പ്രശ്നം ഉണ്ടാവില്ല, ബാക്കിയൊക്കെ മൂടേണ്ടി വരും. അതെ. കുഴപ്പമില്ല. ഇത് വല്ലപ്പോഴെങ്കിലും ഇങ്ങനെ പറഞ്ഞ പൊക്കോട്ടെ. ഒരു എന്തെങ്കിലും ഒരു ചർച്ച അവരൊക്കെ എന്ത് ചെയ്താ നിശബ്ദരാണ് എല്ലാവരും. അതിന്റെ ഒരു സങ്കടം ഞാൻ അറിയിച്ചെന്ന് മാത്രമേ ഉള്ളൂ. സാറേ, ഈ എടനയും കറുകയും തമ്മിൽ വല്ല വ്യത്യാസം ഉണ്ടോ എന്തെങ്കിലും കാര്യത്തില്? രാവകല വ്യത്യാസമില്ലേ? അതിന്റെ എടന്ന എന്ന് പറഞ്ഞത് ഈ അതിന്റെ ഇലക്ക് നല്ല ഔഷധ വീര്യമാണ്. അത് നമുക്ക് ബലം വർദ്ധിക്കാനായിട്ട് എന്താ പറയാ, ചക്കടയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് എന്താ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ പേശികൾക്കും ഞരമ്പുകൾക്കൊക്കെ നല്ല ബലം സംഭവിക്കുന്നുണ്ട്. പിന്നെ എടന്നയും കറുകയും ഈ ഭൂമിയിലെ എത്ര വലിയ കൊടുങ്കാറ്റുണ്ടായാലും തേക്കൊടിഞ്ഞു വീഴും, എല്ലാ മരവും മറിഞ്ഞു വീഴും. പക്ഷെ ഈ രണ്ടു മരവും മറിഞ്ഞു വീഴില്ല. അതുകൊണ്ട് അത്രക്കും ബലമുണ്ട് അതിനകത്ത്. നമ്മുടെ കറുകപ്പുല്ല് പോലെ തന്നെ ബലവാനാണ്. അതുകൊണ്ടാണ് അതിന് കറുക എന്ന് പേര് കിട്ടാനുള്ളൊരു കാരണം. അല്ല സാറ്, അത് തമ്മില് വല്ല വ്യത്യാസമുണ്ടോ? അതായത് ഉണ്ട്. ഒരെണ്ണത്തിന് തോലാണ് ഔഷധം എന്നുണ്ടെങ്കിൽ ഒരെണ്ണത്തിന് ഇലയാണ്. അത് തന്നെ. ഓക്കെ. നമസ്തേ. എനിക്ക് ഒരു കാര്യം കൂടി, നേരത്തെ പറഞ്ഞുവല്ലോ തണുപ്പ് കൂടിയ സാധനങ്ങൾ നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പിനെ കുറയ്ക്കുന്നു എന്നാ. പക്ഷെ കൂളത്തിന്റെ ഇത് കഴിക്കുമ്പോ നമുക്ക് കൊഴുപ്പിനെ കൂട്ടുകയല്ലേ ചെയ്യുന്നത്, അതും അതിശക്തമായ തണുപ്പല്ലേ? അപ്പം ഈ ചോദ്യമൊക്കെ നല്ലത്, ചോദിച്ചോളൂ. അപ്പൊ ഈ അസിഡിക്കുള്ള സാധനങ്ങൾ മാത്രമല്ലേ നമ്മുടെ കൊഴുപ്പിനെ കുറയ്ക്കുന്നുള്ളൂ? അപ്പം ഈ തണുപ്പും അസിഡിക്കും കൂടെ വരുമ്പോ അല്ല. കൂവളത്തിന് വേറെ ഒരു പ്രത്യേകതയുണ്ട്. കൂവളം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ തടി കുറയുകയാണ് ചെയ്യുന്നത്. അല്പം പോലും കൊഴുപ്പല്ല കുറയണത്, സ്ട്രെങ്ത് ആവും. നമ്മൾക്ക് ബലം നമ്മളുടെ ഈ മജ്ജയെ ഒരു ജിംനാസ്റ്റിക് പോയിട്ട് അല്ലെങ്കിൽ ഈ ബോഡി ബിൽഡപ്പിന് പോയാൽ എന്ത് സംഭവിക്കും, അതേ അവസ്ഥയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു കഴിവ് കൂവളത്തിനുണ്ട്. അതുകൊണ്ട് കൂവളം കഴിക്കാൻ ക്ഷീണിക്കല്ല ചെയ്യണത്, നമ്മളുടെ ബോഡി ഒന്നും കൂടി ഉറക്കും. അതാണ് അവിടെ സംഭവിക്കുക. പിന്നെ ഞാൻ ഈ എരിക്കിന്റെ പൂവ് ഞാൻ ഇടയ്ക്ക് കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോ സംഭവിക്കുന്ന വെച്ചാൽ നമുക്ക് ഒരു ഉച്ച കഴിഞ്ഞാലും അതിന്റെ ഒരു ടേസ്റ്റ് നാവിലോട്ട് ഇങ്ങനെ ഉള്ളിന്ന് അത് ഡൈജസ്റ്റ് ചെയ്യേണ്ട സമയം കഴിഞ്ഞാലും ഉള്ളിൽ ആ നാവിലോട്ട് ആ ടേസ്റ്റ് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. ഒരു മധുരം, ചെറിയൊരു മധുരം ഉണ്ട്. അപ്പൊ അതിന്റെ എന്തുകൊണ്ട് തണുപ്പാണോ അനിൽജി ഈ എരിക്കിന്? എരിക്ക് തണുപ്പ് തന്നെയാണ്, അതിനകത്ത് ഒരു സംശയം വേണ്ട. അത് നല്ല ചൂടുള്ളപ്പോഴല്ലേ ഇത് ഏറെ പൂത്തിട്ടുള്ളൂ, അത്രേ ഉള്ളൂ. ഈ സമയത്താണ് പൂക്കുന്നത്. അതെ. താങ്ക് യു. നമസ്തേ. കേൾക്കുന്നുണ്ടോ? ഒരു ഡൗട്ടാണ്. നമ്മുടെ ശരീരത്തിന്റെ ദ്വാരങ്ങൾ, അതായത് മൂക്ക്, വായു, ചെവി ഒക്കെ അടച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലേക്ക് ചൂട് പ്രവേശിക്കുകയോ ഇല്ലയോ?
ഒരു ഹൃദയം ഇടിക്കുന്നിടത്തോളം കാലം ഉറപ്പായിട്ടും ചൂട് കൂടെ ചെയ്യുള്ളൂ. കാര്യം ഇത് ഉള്ളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. എന്തായിരിക്കും അപ്പൊ ശരീരത്തിന്റെ ഹീറ്റ്? അതുകൊണ്ട് ഒരു സംശയവും വേണ്ട, ചൂട് കൂടും. അപ്പൊ ഒരു ചെറിയ ഡൗട്ട്, അതായത് മുസ്ലിം സ്ത്രീകൾ ഈ പർദ്ദ ഇടുമ്പം അവര് ഓട്ടോമാറ്റിക്കായിട്ട് വിയർക്കുന്നില്ല. എനിക്ക് തന്നെ ഡൗട്ട് തോന്നിയിട്ട് എന്റെ ഫ്രണ്ട്സിന്റെ ഒക്കെ ഞാൻ ചോദിക്കാറുണ്ട്. അപ്പൊ അവര് പറയുന്നത് ചൂട് സമയത്ത് നമ്മൾ ഇങ്ങനെ വായും ചെവിയും മൂക്കും ഒക്കെ അടച്ചിട്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു ചൂട് അനുഭവപ്പെടുന്നില്ല എന്ന് പറയുന്നു. അതെന്തുകൊണ്ടായിരിക്കും? അവർ വിയർക്കുന്നില്ല, ഓട്ടോമാറ്റിക്കായിട്ട് അവർ അധികം വിയർക്കുന്നില്ല. അത് ശീലമാണ് കുറെ എല്ലാം. പിന്നെ നടക്കുമ്പോൾ ഒരു മനുഷ്യൻ നിങ്ങൾ വീട്ടിൽ ഇരിക്കുമ്പോഴാണോ കൂടുതൽ വേർക്കുന്നത്, അതോ വണ്ടി ഓടിക്കുമ്പോഴാണോ? നിങ്ങൾ ടൂ വീലർ ഓടിക്കും, ഇതിനകത്ത് ടൂ വീലർ ഓടിക്കുന്ന എത്ര പേരുണ്ട്? ടൂ വീലർ നല്ല വെയിലത്ത് ഓടിച്ചു നിങ്ങൾ പോകും. നിങ്ങൾ അതല്ലാണ്ട് എവിടെയെങ്കിലും നിന്ന് വീട്ടിൽ ചെന്ന് നിങ്ങൾ റെസ്റ്റ് എടുക്കൂ. നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോഴാണോ അതോ ടൂ വീലർ ഓടിച്ചു പോയപ്പോഴാണോ നിങ്ങൾ വേർത്തത്, അല്ലെങ്കിൽ നടന്നപ്പോഴാണോ വേർത്തത്? നിങ്ങളൊന്ന് ചിന്തിക്കൂ. വെറുതെ ഇരിക്കുമ്പോഴാ. അതുകൊണ്ട് അവിടെ പർദ്ദ എടുത്താൽ എന്താണെങ്കിലും ശരീരം അടച്ചു മൂടിയിട്ടേക്കാണ്. ഓട്ടോമാറ്റിക് ആയിട്ട് മനുഷ്യന് ചൂട് കൂടും. പക്ഷെ അവർ നടക്കുമ്പോൾ അവരെപ്പോഴാണ് പർദ്ദ ഇടുന്നത്? വീട്ടിൽ നിൽക്കുമ്പോഴാണോ? അല്ലല്ലോ, പുറത്തിറങ്ങുമ്പോഴാണോ ആ സംഭവം. എവിടെയെങ്കിലും അവർ നിന്ന് നോക്കട്ടെ, വേർത്ത് കുളിക്കുന്നുണ്ട്. നമ്മളിൽ കൂടുതൽ വേർക്കുന്നുണ്ട് പർദ്ദ ഇടുന്ന ആൾക്കാർ, അതാരാണെങ്കിലും. അപ്പം നമ്മുടെ ശരീരം, അതായത് കാതും മൂക്കും വായും അടച്ചു വെച്ചാലും നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് വിയർക്കാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ വളരെ കൂടുതലാണ്. കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ചൂട് കൂടാനുള്ള കാരണം എന്താണ്? ഒരു മെഷീൻ വർക്ക് ചെയ്തിരിക്കാൻ ആ മെഷീൻ ചൂടാകുമോ? ഒരു മോട്ടോർ വർക്ക് ചെയ്തിരിക്കാൻ ആ മോട്ടോർ ചൂടാകുന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഹാർട്ട് വർക്ക് ചെയ്യുന്നിടത്തോളം കാലം നമ്മുടെ ശരീരം ചൂടാകും. അപ്പൊ ആ ചൂടിനെ പുറത്തു കളയുന്ന കാര്യങ്ങളാണ് നമ്മൾ സംസാരം, മൂക്ക്, കണ്ണ്, ചെവി, ത്വക്ക്, ഇതിലേക്ക് കൂടെ എല്ലാം നമ്മുടെ ചൂട് പോകുന്നുണ്ട്. മനസ്സിലുണ്ടോ? ആ ചൂടിനോടൊപ്പം തന്നെ വേർക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് അടച്ചു വെച്ചാൽ എന്ത് സംഭവിക്കും? ചൂടാകെ ചെയ്യുള്ളൂ. പിന്നെ അടച്ചു വെക്കാൻ അധികം നേരം പറ്റില്ല കേട്ടോ. മൂക്ക് അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ, മൂക്കും വായും അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ, കൂടി വന്നിട്ടുണ്ടെങ്കിൽ 5 മിനിറ്റ് കഴിഞ്ഞ് നാട്ടുകാരാണ് നിങ്ങളുടെ ഫോണിൽ നിന്ന് വിളിക്കോളൂ. അനിൽജി, കറുപ്പ് മുടിയെ അല്ല അനിൽജി, ഈ കറുപ്പ് ചൂടിനെ ആഗിരണം ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് തലയിൽ മുടി കറുപ്പാണല്ലോ വന്നിരിക്കുന്നത്. അത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും? തലയ്ക്ക് ചൂട് ആവശ്യം ഉണ്ടായിട്ടാണോ അതോ? തീർച്ചയായിട്ടും ഈ മുടി എന്തിനു വേണ്ടിയാണ് തന്നിരിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൂര്യന്റെ രശ്മികളെ കൂടുതൽ ആഗിരണം ചെയ്യാനുള്ള ഒരു കഴിവ് മുടിക്കുണ്ട്. അതാണ് അതിന്റെ പ്രത്യേകത. കാലാവസ്ഥ അനുസരിച്ച് നമ്മളുടെ മുടികൾക്ക് മാറ്റം ഉണ്ടാവുന്നുണ്ട്. പ്രകൃതി അനുസരിച്ച് മുടികൾക്ക് മാറ്റം ഉണ്ടാവുന്നുണ്ട്. യൂറോപ്യൻസിന്റെ ഒക്കെ അതാണ് പറഞ്ഞത്. മുടികളുടെ മാറ്റം നമ്മൾ ശ്രദ്ധിക്കണം. വെളുത്ത മുടിയുള്ള ആൾക്കാരുണ്ട്, ഇളം ചുവപ്പുള്ള മുടിയുള്ള ആൾക്കാരുണ്ട്, നല്ല കറുപ്പുള്ള ആൾക്കാരുണ്ട്, തീരെ മുടിയില്ലാത്ത ആൾക്കാരും ഉണ്ട്. മുടിയുടെ ആവശ്യം എന്താണെന്നുള്ളതിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുക. സൂര്യരശ്മി കൂടുതൽ വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ മുടിക്ക് കറുപ്പുണ്ടാവും. അതിനകത്തൊരു സംശയമില്ല. പക്ഷെ മുടിയുടെ നിറത്തിലല്ല കുറെയെല്ലാം കഥയിരിക്കുന്നത്. മുടിക്ക് ജീവനെ നിലനിർത്താനും ഭൂമിയിലുള്ള അല്ലെങ്കിൽ പ്രപഞ്ചത്തിലുള്ള പല കിരണങ്ങളെയും ആകർഷണം ചെയ്ത് വലിച്ചെടുക്കാനുള്ള ഒരു കഴിവെല്ലാം ഈ മുടിക്കുണ്ട്. ഈ മുടിയിൽ അടങ്ങിയിരിക്കുന്ന ജൈവ ഘടകങ്ങൾക്കുണ്ട്. ഇതാണ് മുടിയുടെ ഒരു പ്രത്യേകത. അപ്പൊ കറുപ്പിൽ മാത്രമല്ല അതിന്റെ കഥയിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ എനർജി വേണ്ട സമയത്ത് ഈ മുടിയുടെ നിറം മാറുന്നുണ്ടല്ലോ. ഒരു 60 വയസ്സ് കഴിഞ്ഞാൽ ഇത് വെളുക്കുമല്ലോ. അപ്പോഴും ഈ കർമ്മങ്ങളൊക്കെ നടക്കുന്നുണ്ട്. കറുപ്പും വെളുപ്പിലും അല്ല അതിന്റെ കഥയിരിക്കുന്നത്. മുടിക്കിയുടെ കഴിവിനെ അതിന്റെ നിറമായിട്ട് താരതമ്യം ചെയ്യാനായിട്ട് നമുക്ക് പെട്ടെന്ന് പറ്റില്ല. കാലാവസ്ഥക്ക് അനുസരിച്ച് മുടിക്ക് മാറ്റം ഉണ്ടാവുന്നു എന്നുള്ളതാണ്.
അനിൽജി അതുപോലെ അപ്പോ ഈ മറ്റു സ്ഥലങ്ങളിലെ മുടി തന്നിരിക്കുന്നത് എന്ത് കാര്യത്തിനാണെന്നുള്ളത്? രണ്ട് കാര്യങ്ങളാണ്. കാര്യം മുടിയിൽ ഇപ്പൊ മുടി നമ്മുടെ ചെവി മീശ പൊഴിഞ്ഞ് നേരെ നാവിന്റെ തുമ്പിൽ വന്നാൽ എന്ത് ചെയ്യും? നമ്മള് തുപ്പിക്കളയോ അതോ ഇറക്കോ? കേട്ടില്ല. തുപ്പിക്കളയും. എന്താ അത് കടിച്ചു വെച്ച് തിന്നാൻ പാടില്ല ഞാൻ? അതിന്റെ എന്താണ് അപ്പൊ മുടി അഴുക്കാണ് അല്ലേ? മുടി അഴുക്കാണ് അതല്ലേ? മുടി ഉള്ളിൽ ചെന്നാൽ ദഹിക്കില്ല, അങ്ങനെയുള്ള ഒരു ദഹിക്കില്ലെന്ന് മാത്രമല്ല, അത് നാവ് പോലും അതിന് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ഭക്ഷ്യയോഗ്യമല്ല എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് നമ്മളുടെ ശരീരത്തിന്റെ ഒട്ടുമിക്ക ഭാഗങ്ങളിലും ഉണ്ടാകുന്ന അഴുക്കിനെ പുറത്ത് കളയാനായിട്ടുള്ള ഒരു ക്ലെൻസിങ് മെറ്റീരിയൽ ആയിട്ടോ ക്ലെൻസിങ് എന്താണ് വസ്തുവായിട്ടോ ഒരു വിസർജന വസ്തുവായിട്ടോ ഇതിനെ കണ്ടാൽ മതി. അപ്പൊ ഏറ്റവും ഒരു കാര്യം ചെയ്തോട്ടെ, ഈ നമ്മളുടെ കഷം എന്ന് പറയണത്, നിങ്ങൾ ആ കഷന്റെ എല്ലാവരും ഒന്ന് കഷം പൊക്കിയിട്ട് ഒരു കൈ ആ കക്ഷത്തിൽ ആ കൈപ്പത്തി കക്ഷത്തിൽ വെച്ചിട്ട് ഒന്ന് അടച്ചാൽ, ഇല്ല പണ്ട് കാലത്ത് കാരണന്മാര് കക്ഷത്തിൽ തോർത്ത് വെച്ചിട്ട് പോണ പോലെ കക്ഷത്തിൽ ഒരു കൈ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ചൂട് അനുഭവപ്പെടുന്നില്ലേ? അതെ, തീർച്ചയായും എല്ലാവർക്കും അനുഭവപ്പെടുന്നുണ്ട്. അപ്പൊ കക്ഷങ്ങൾ തമ്മിൽ മുട്ടാൻ പാടില്ല അല്ലേ? അതെ, കക്ഷങ്ങൾ തമ്മിൽ മുട്ടാൻ പാടില്ല. എന്നാൽ ഏറ്റവും കൂടുതൽ അഴുക്ക് സൂര്യപ്രകാശം ഏൽക്കാത്ത ഒരു സ്ഥലം എവിടെയാണ്? കക്ഷത്തിൽ ഒട്ടും സൂര്യപ്രകാശം ഏൽക്കില്ല അല്ലെ? തുണിയില്ലാണ്ട് നടന്നാൽ പോലും ബാക്കി എല്ലായിടത്തും കിട്ടും, പക്ഷെ കക്ഷത്തിൽ അപ്പോഴും കിട്ടൂല അല്ലേ? അപ്പൊ അതുകൊണ്ട് അവിടുത്തെ അഴുക്കിനെ പുറം തള്ളാൻ വേണ്ടി തള്ളുന്ന ഒരു വസ്തുവാണ് ഈ മുടി. ശരീരത്തിലെ അഴുക്കിനെയും കൂടി പുറം തള്ളാനുള്ള ഒരു കഴിവ് മുടി അല്ലെങ്കിൽ മുടിയിൽ അടങ്ങിയിരിപ്പുണ്ട്. അല്ലെങ്കിൽ അഴുക്കാണ് മുടി. അതുകൊണ്ടാണ് അത് നാവിൽ വന്നപ്പോ തുപ്പിക്കളഞ്ഞത്. അതുപോലെ തന്നെ ഗുഹ്യഭാഗങ്ങളിലെല്ലാം എന്താണ് അവിടെ ഉണ്ടാകുന്ന അഴുക്കിനെ പുറത്തു കളയാനുള്ള ഒരു മാർഗമാണത്. സമയമായിക്കൊണ്ടിരിക്കുന്നു സാർ. ഈ പശു, പൂച്ച, ഈ ജീവികള്, ആട്, ഇതൊക്കെ അതിന്റെ കുഞ്ഞുങ്ങളെ നക്കുമല്ലോ. നക്കുമ്പോള് അതിന്റെ കൂടെ ഒരുപാട് മുടി അതിന്റെ വായിൽ കൂടെ പോണുണ്ട്. പക്ഷെ അത് തുപ്പിക്കളയണോ അല്ലെങ്കിൽ അതൊരു ഇറിറ്റേഷൻ ആയിട്ട് ഞങ്ങൾക്ക് തോന്നണില്ല. അതെന്തുകൊണ്ടാണ്? രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, പൂച്ചയുടെ ദഹനശക്തി എന്ന് പറയുന്നത് വളരെ എന്താണ് നമ്മളുടെ ഇരട്ടിയാണ്, 20 ഇരട്ടിയാണെന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ 1% അമ്ലം പുറപ്പെടുവിക്കുന്നുള്ളൂ ഇത്രയും വലിയ മനുഷ്യനായിട്ട് പോലും. പൂച്ച 2% ഇത്തിരി ഇല്ലാത്ത മനുഷ്യനേക്കാൾ ഇരട്ടി അമ്ലം ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവുള്ളത് കൊണ്ട് അത് നല്ല രീതിയിൽ ദഹിക്കും. അത് മാത്രമല്ല, അതിനെ മുടി വിസർജിക്കാനുള്ള ഒരു കഴിവുണ്ട്. മനുഷ്യന് മുടി വിസർജിക്കാനുള്ള കഴിവില്ല. മുടി അകത്ത് ചെന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാര്യം തീർന്നു. പിന്നെ ഈ പൂച്ച നക്കാനുള്ള ഒരു കാരണം, ആടും ഇതൊക്കെ നക്കാനുള്ള കാരണം, ജനിച്ചു വീഴുന്ന പശുക്കളുടെ ദേഹത്ത് നിന്നും 6 മാസത്തേക്ക് രോമം കൊഴിയല് വളരെ റയറാണ്. പെട്ടെന്ന് അങ്ങനെ പൊഴിയില്ല. പിന്നെ മറ്റൊരു വസ്തു, ജനിച്ചു വീഴുന്ന പശുക്കളുടെയും പൂച്ചകളുടെയും എല്ലാം രോമം ദഹിച്ചും പോകും. കാര്യം അതിന് പ്രായങ്ങളില്ല. അതും ഒരു ജൈവ വസ്തുവാണ്. പെട്ടെന്ന് ജലത്തിൽ പോലും അലിഞ്ഞു പോകുന്ന ഒരു പ്രായം ആണ് അതിന് തുടക്കം കൽപ്പിക്കുന്നത്. സാർ, അത് വലിയ പൂച്ചകളൊക്കെ നക്കുന്നുണ്ട്. അതുപോലെ തന്നെ നക്കുന്നുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല, നക്കുന്നുണ്ട്. പക്ഷെ പൂച്ചകളുടെ പ്രത്യേകത അത് പറയൂ. ഇതിന്റെ എല്ലാം ദഹന വ്യവസ്ഥ നമ്മുടെയാണോ? ഇപ്പൊ പശു എത്ര ഗ്ലാസ് വെള്ളം കുടിക്കുമെന്ന് ചോദിച്ചാൽ 2 ഗ്ലാസ് ആണോ 3 ഗ്ലാസ് ആണോ? നിങ്ങൾക്ക് എത്ര ഗ്ലാസ് വെള്ളം കുടിക്കാൻ പറ്റും? പശുവിന് എത്ര ലിറ്ററാണ് കഴിക്കുന്നത്? അപ്പൊ അതിന്റെ ദഹന വ്യവസ്ഥ എത്രയാണെന്ന് നിങ്ങൾ ചിന്തിക്കൂ.
പശുവിന്റെ ഇരട്ട അത്ര തന്നെ ദഹനം ഈ പൂച്ചക്കും പട്ടിക്കും ഉണ്ട്. ദഹനരസം വെച്ച് നോക്കിയാൽ അതിനേക്കാൾ കൂടുതലാണ്. പക്ഷെ അനുജി പൂച്ചക്ക് പാല് കൊടുക്കുമ്പോ ദഹിക്കുന്നില്ല. പൂച്ചക്ക് പാല് കുടിക്കുമ്പോ ദഹിക്കാറില്ല ചില സമയത്ത്. നിങ്ങൾ ആ പാല് കൊടുക്കുന്നത് ചെറിയ പൂച്ചക്ക് കൊടുത്ത് ദഹിക്കുമല്ലോ. ജനിച്ചു വീഴുന്ന പൂച്ചക്ക് കൊടുക്കും, ദഹിക്കും. ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാറായി. അത് ചെയ്യും. കാര്യം ഞാനൊരു യാത്ര കഴിഞ്ഞ് വന്നിരിക്കുന്നതാണ്. കാര്യം ക്ലാസ് ഇങ്ങനെ ഒന്നുമില്ലാത്ത ഇതിൽ പോയിട്ട് നാളെ നമുക്ക് എന്തെങ്കിലും ഈ വിഷയം വെക്കാം. പക്ഷെ ഇന്ന് ഈ നിശബ്ദമായിരിക്കുന്ന വ്യക്തികളൊക്കെ ഒന്ന് കൈവെക്കണം കേട്ടോ. വൈൻഡപ്പ് ചെയ്യൂ. വേറെ ഇൻട്രോഡക്ഷൻ ഒന്നും കൊടുത്തില്ലെങ്കിൽ പോലും. കാര്യം ക്ലാസ് ഞാൻ തന്നെ വലിച്ചു കയറ്റിയതാണ്. എന്തെങ്കിലും പുതിയ അറിവ് ഈ ജനങ്ങളിൽ നിന്ന് കിട്ടുമെന്ന് കരുതിയാണ്. മരിക്കാൻ പോണെന്ന് പറഞ്ഞാൽ പോലും ശരിയാണ്, അവര് അറിവ് പങ്കുവയ്ക്കാൻ തയ്യാറല്ല. പറഞ്ഞുകൊടുക്കൂല. ഇന്ന് ഒരുപാട് അറിവുകൾ ഇവിടെ പങ്കുവച്ചു. കൊടുവേലിയുടെ കാര്യം പറഞ്ഞിരുന്നു. വെളുത്ത കൊടുവേലി പറിച്ച് വേര് എടുത്ത് ചുണ്ണാമ്പിലൊക്കെ ഇട്ട് വീര്യം മാറ്റി എടുത്തിട്ടുണ്ടെങ്കിൽ, അത് തേങ്ങാപ്പാലിലിട്ട് ഉപ്പ് വെളിച്ചിട്ടുണ്ടായി കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് പൈൽസിന് നല്ലതാണെന്ന് പറഞ്ഞിരുന്നു. അതുപോലെ പുളിങ്കുരുവിന്റെ കാര്യം പറഞ്ഞു. പുളിങ്കുരു വറുത്ത് പൊടിച്ച് പൊറുക്കൊക്കെ ഉണ്ടായി കഴിച്ചാൽ ആർത്തവ പ്രശ്നങ്ങൾക്ക് നല്ലതാണ്, വണ്ണം വയ്ക്കാനൊക്കെ നല്ലതാണ്. ദഹന പ്രശ്നമുള്ളവര് ശർക്കര കൂട്ടി കഴിക്കുക. അതുപോലെ വാഴയിലയുടെ നീര് പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ടെങ്കിൽ മുറിവ് ഉണങ്ങാൻ നല്ലതാണ്. അതുപോലെ പൊള്ളലിന് മരുന്നാണത്. കണ്ണങ്കായയുടെ പൗഡറിന് ഈ ഗുണമുണ്ട്. അത് നമുക്ക് പൗഡറായിട്ട് മുഖത്തിടാൻ ഉപയോഗിക്കാം. അത് വായ്പുണ്ടൊക്കെ മാറ്റുമെങ്കിൽ അതും മുറിവിന് നല്ലൊരു മരുന്നാണെന്ന് പറഞ്ഞിരുന്നു. പിന്നെ കുരുത്തോലയുടെ കാര്യം പറഞ്ഞിരുന്നു. അതിലെ പൊടി അധികം ജലാംശത്തെ വലിച്ചെടുക്കുന്നില്ല, അതുകൊണ്ടാണ് മുറിവൊക്കെ ഉണങ്ങാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. വെള്ളമൊക്കെ അരിച്ച് നെറ്റിയിൽ വരുന്നെങ്കിൽ തലവേദനയ്ക്ക് കൂടുതൽ മാറ്റുന്ന അറിവ് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പറഞ്ഞത് മുളകിന്റെ കാര്യമാണ്. അത് ചൂടിനെ നമ്മുടെ സമയത്തേക്ക് നമ്മള് ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ പൊഴിഞ്ഞ പോലെയൊക്കെ ഇരിക്കും. പക്ഷെ ഈ മുളകെന്ന് പറയുന്നത് തണുപ്പാണ്. അത് നമ്മുടെ ശരീരത്തിൽ ചൂട് ചെല്ലുമ്പോൾ അതിനെ പ്രതിരോധിക്കും, വിയർപ്പിക്കുകയൊക്കെ ചെയ്യും. മുളകില് എണ്ണ നിറച്ച് ചൂടാക്കി ആറി തണുക്കുമ്പോൾ ചെവിയിൽ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് അത്, അങ്ങനെയാണ് ചെവിയിൽ എന്തെങ്കിലും തോണ്ടി കളയാനായിട്ട് പറ്റുന്നത്. അങ്ങനെ ഒരുപാട് അറിവുകൾ പങ്കുവച്ചു ഉണ്ടായിരുന്നുള്ളൂ. ഞാനത് ഇങ്ങനെ കേട്ടിരിക്കുമായിരുന്നു. ഇഞ്ചി നീര് അത് പുരട്ടിയിട്ടുണ്ടെങ്കിൽ ഈ വടത്തില് നമ്മളുടെ താടി മുറിയൊക്കെ പൊടിയുന്നതിനൊക്കെ വളരെ നല്ലതാണ്. അപ്പോ ഇന്ന് അറിവ് പങ്കുവെച്ച എല്ലാവർക്കും ശിബുഷ്ടിയുടെ നന്ദി അറിയിക്കുന്നു. നിങ്ങൾ ഇനിയും എല്ലാ ക്ലാസ്സുകളിലും ഇതുപോലെ എല്ലാവരും ആക്റ്റീവായിട്ടിരിക്കുക. അതാണ് സാറിന് സന്തോഷം. നമുക്ക് എല്ലാവർക്കും അത് കാണുമ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ഇങ്ങനെ നടത്തിക്കൊണ്ടു പോകാനായിട്ട് വളരെയധികം ഇൻട്രസ്റ്റ് ഉണ്ടാവും. എല്ലാവരും പങ്കെടുക്കുക. എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. താങ്ക് യു സർ. എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ എല്ലാവരും ഗ്രൂപ്പിൽ എഴുതിയിടുക. നിങ്ങൾക്ക് കിട്ടിയ അറിവുകളും ഒക്കെ ഗ്രൂപ്പിൽ പങ്കുവെക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.